ഓക്കെ. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ എടുത്തതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതായത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ആ ഒരു ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിമും അതേപോലെ ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജിയും ഇതൊക്കെ മൊത്തത്തിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം സ്വിച്ച് പല ആൾക്കാർക്കും കൺഫ്യൂസിങ് ആണെന്ന് മനസ്സിലായി. ഓൾസോ കുറേ പേര് ചെയ്തിട്ടുണ്ട്. ചെയ്തവരൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നിരുന്നാലും കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്വിച്ചിങ് ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം സ്വിച്ചാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണേ. ഓക്കെ. അത് ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എൻട്രി മെത്തേഡുകൾ, ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി അതേപോലുള്ള ചില എൻട്രി മെത്തേഡുകൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എങ്ങനെ അത് ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുക്കുന്നത് എന്നുള്ളത് കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് പറയാം. ഓക്കെ. ഇങ്ങനെ ചെയ്താൽ പോരെ? വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും മൈക്ക് ഓപ്പൺ ചെയ്യട്ടോ, മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് പറയാം. ഓക്കെ. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ആ ഒരു പാർട്ട് തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടാണോ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ? This only I'll get little bit confusion. So today ഓക്കെ will ഓക്കെ, take once will be clear. ഫൈൻ. ബാക്കിയുള്ളവരെ? നമുക്ക് ഇപ്പൊ എൻട്രി എടുക്കുമ്പോ അത് ബുള്ളിഷ് ആണോ ബീറിഷ് ആണോ അങ്ങനെ ഏത് എടുക്കണ്ടേ? മീൻസ് നമ്മൾ 15 ടൈം എടുത്തിട്ട് അത് ബുള്ളിഷ് ആണോ എൻട്രി അതോ ബീറിഷ് എൻട്രി ആണോ ഏതാണെന്നതൊരു ഡൗട്ടാണ്. ആ, ഓക്കെ ഓക്കെ. വേറെ ഡൗട്ട്സ് എന്താ ഉള്ളത്? മൈക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് ചാറ്റിൽ പറയാം. ഓക്കെ. എടുക്കുന്ന ടൈമിലാണ് അതുവരെയുള്ള കേൾക്കുന്നില്ല. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ പറഞ്ഞത് എൻട്രി എടുക്കുമ്പോഴാണ് എവിടുന്നാണ് എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടാത്തത്. ആ, ഓക്കെ. നമ്മൾ ആ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഓക്കെ. ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ നമ്മൾ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ആ ഒരു ഏഷ്യൻ ഹൈലോന്റെ മെത്തേഡ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. എത്ര സ്ട്രാറ്റജി? സ്ട്രാറ്റജി മീൻസ് നമുക്ക് എൻട്രി ടെക്നിക്സ് ആണ് വരുന്നത്. ഓക്കെ. നമുക്ക് 2-3-4 എൻട്രി ടെക്നിക്സ് ഉണ്ട്, എൻട്രി പിന്നെ മോഡൽസ് ഉണ്ട്. ഇന്ന് ഏഷ്യനയില് അതേമാതിരി സ്ട്രാറ്റജി വർക്കായി. പക്ഷെ അത് സ്ട്രാറ്റജി പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ വർക്കായി. പക്ഷെ സ്ട്രാറ്റജി വർക്കായില്ല. പോയിട്ട് റിട്ടേൺ ഇങ്ങോട്ട് വന്നേ മറ്റേ യൂറോ USD ഇന്നത്തെ അന്നത്തെ ഏഷ്യൻ ഹൈ എടുത്തിട്ട് ഇത് ഇന്നത്തെ അല്ല. ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി നമുക്ക് ലൈക്ക് ഇപ്പൊ എല്ലാ സ്ട്രാറ്റജിയും എല്ലാ ടൈമിലും വർക്ക് ചെയ്യണം. ഇപ്പൊ സപ്പോസ് ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജിന് എടുക്കാം. നമുക്കിത് സ്ട്രാറ്റജി ഡെയിലി വർക്ക് ആവണമെന്ന് വിചാരിച്ചോ, പിന്നെ മാർക്കറ്റിൽ നമുക്ക് വേറൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ മെത്തേഡിന്റെ ആവശ്യമുണ്ടോ? മാർക്കറ്റിൽ ലോസസ് ഉണ്ടാവോ? ഇല്ല. അല്ല, ഓക്കെ. അപ്പൊ ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഇല്ലല്ലോ. ഓക്കെ. അപ്പം അതിന് ഒബ്വിയസ്ലി അല്ല, ഏഷ്യൻ ഹൈലോ വെച്ചിട്ടല്ല എല്ലാ സ്ട്രാറ്റജിയും. അത് വൺ കൈൻഡ് ഓഫ് സ്ട്രാറ്റജി മാത്രമാണ്. ഓക്കെ. ടൈമിങ് പറ്റുന്നില്ല. ഈവനിങ് എൻട്രി എടുക്കാൻ പറ്റിയ യെസ്, ഈവനിങ് എൻട്രി എടുക്കാൻ പറ്റിയ സ്ട്രാറ്റജി ഉണ്ട് ഇന്ന്. ഐ തിങ്ക് ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി. ഇവിടെ നമുക്ക് ഏഷ്യന്റെ ഹൈ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓൾസോ ഏഷ്യന്റെ ലോ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ. ഞാൻ 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യാണ്. 1 അവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പം ഏഷ്യന്റെ ലോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ DFX DIST ട്രൂഡേ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം ഏഷ്യൻ ലോ ഇവിടെ ഉണ്ട്, ഏഷ്യൻ ഹൈ ഇവിടെ ഉണ്ട്. ഓക്കെ. ഞാനിതിൽ ഏഷ്യൻ ഹൈലോ മാത്രമേ ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ ഓൺ ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഇവിടെ ഈ ഒരു ബ്ലാക്ക് മാർക്കിൽ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ കസ്റ്റമൈസേഷൻ ചെയ്യാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് തിങ്, നമുക്കൊരു 15 മിനിറ്റിലേക്ക് വരാം. ഓക്കെ. ഇവിടെ നമുക്ക് ലണ്ടൻ കാണാം, ഇവിടെ നമുക്ക് ന്യൂയോർക്ക് കാണാം. ഓക്കെ.
ഏഷ്യന്റെ ലോ ഇവിടെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പം ബ്രോ പറഞ്ഞത് ഏഷ്യന്റെ ലോ ടേക്ക് ഔട്ട് ചെയ്തു, നമ്മളെ ടാർഗറ്റ് ഏഷ്യന്റെ ഹൈ ആണ്, ഇങ്ങനെയല്ലേ? പക്ഷേ ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് റിയാക്ട് ചെയ്ത് വീണ്ടും താഴേക്ക് തന്നെ തിരിച്ചിറങ്ങി. എന്തുകൊണ്ടാണ് എന്നല്ലേ ചോദിച്ചേ? ആരായിരുന്നു ചോദിച്ചിരുന്നേ? ശരി. ആ, നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ ചോദിച്ചേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി നമുക്കിവിടെ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ ഫസ്റ്റ് ഓഫ് ഓൾ വേണം. ഓക്കെ, ആ കീ ലെവലിലേക്ക് കീ ടൈമിലായിരിക്കണം മാർക്കറ്റ് വരേണ്ടത്. ആൻഡ് ഈ ഈ ഒരു മാർക്കറ്റ് ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഒരു ട്രെൻഡ് എന്താണ് ആക്ച്വലി? ഡൗൺ ട്രെൻഡ് ആണ്. ഡൗൺ ട്രെൻഡ് ആണ്. ഇവിടെ നമ്മൾ അൾട്ടിമേറ്റ്ലി ഇന്ന് ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജിയിൽ നമ്മൾ കിട്ടുന്ന ട്രേഡ് എന്താണ്? എന്ത് ട്രേഡാണ്? ഡൗൺ ട്രെൻഡ് തന്നെയാണ് കിട്ടുക. ഇത് സെൽ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ അല്ല, ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയത് ബൈ ഓപ്പർച്യൂണിറ്റി അല്ലേ? ബൈ ഓപ്പർച്യൂണിറ്റിയാ കിട്ടിയത്. സിംപ്ലി എന്താണ്? സിംപ്ലി കൗണ്ടർ കൗണ്ടർ ട്രെൻഡ് ട്രേഡ് ആണ്. അതെ, അത് ഫസ്റ്റ് തിങ്. ഓക്കെ, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 ഹവറിന്റെ ഒക്കെ നിയർ ബൈ ആയിട്ടുള്ള ഇപ്പൊ ഇവിടെ നമുക്കൊരു കീ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു കീ ലെവലാ. ഈ ഒരു 4 ഹവറിന്റെ ലോ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നമുക്കവിടെ കീ ലെവൽ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരൊറ്റ കാര്യം, ഈ ഒരു ഹൈ ടൈം ഫ്രെയിം ട്രെൻഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ എടുക്കുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ട്രേഡ്സാ. ഓക്കെ, അപ്പൊ സിംപിളി അത് ആലോചിച്ചാൽ മതി. നമ്മൾ ആ ഒരു ട്രെൻഡിനൊപ്പം കറക്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി. ഓക്കെ, അതിന് തൊട്ട് മുന്നത്തെ ദിവസം, ഇത് ഇന്നത്തെ ദിവസം, ഇത് ഇന്നലത്തെ ദിവസം. ഓക്കെ, മാർക്കറ്റ് ഏഷ്യന്റെ ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയം തന്നെ 2:30 നമ്മുടെ ടൈമിനിടയിലാ. ഇത് ഗ്രൂപ്പിൽ ആരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് സോ. ആൻഡ് ആ ഒരു 5 മിനിറ്റിന്റെ MS അല്ലെങ്കിൽ ലൈക്ക് 50 മിനിറ്റിന്റെ MS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ബ്രേക്കർ എൻട്രി എന്ന് പറയും. ആ ഒരു എൻട്രി നമുക്ക് ഇവിടെ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ 5 മിനിറ്റിന്റെ ഒക്കെ കൺഫർമേഷൻസിൽ നമുക്ക് ഇവിടെ എൻട്രി കിട്ടിയിട്ടുണ്ടാവും. യെസ്, അല്ലെങ്കിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നമുക്ക് എടുക്കാം. 3 മിനിറ്റിൽ താഴെ പോകാതിരിക്കുന്നതാണ് ബിഗിനർ സ്റ്റൈലിൽ നല്ലത്. ഓക്കെ, ഉണ്ട് നമുക്ക് ഈ ബ്രേക്ക് മാർക്കറ്റ് താഴേക്ക് MS ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു ഡിമാൻഡ്, ഇവിടെ ഉണ്ടായിരുന്ന ഡിമാൻഡ് ഏരിയ സപ്ലൈ ഏരിയയായി മാറി. അവിടുന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഏഷ്യൻ ഹൈലോ ഇവിടെ വർക്കായി. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് വർക്കായി എന്ന് മാത്രമല്ല, ഇത് എവിടുന്നാ സംഭവിച്ചതെന്ന് നോക്കി. ഇതെന്താ? ഇത് OB ആണ്. OB ആണ്. നമ്മുടെ ട്രെൻഡ് നമുക്ക് അനുകൂലല്ലേ? ട്രെൻഡ് അനുകൂലമാണ്. ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിലേക്ക് കീ ടൈമിൽ മാർക്കറ്റ് വന്നു. നമ്മുടെ ഏഷ്യൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. 5 മിനിറ്റ് കൺഫർമേഷനും കിട്ടി. ട്രേഡ് ഓക്കെ അല്ലേ? അപ്പൊ സിംപിളി ഇത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങളും അലൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ മാത്രമേ നമ്മുടെ ട്രേഡ് ഹൈ പ്രോബബിൾ ആവുള്ളൂ. മറ്റത് ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രേഡ് ഒക്കെ കിട്ടും, പക്ഷെ എന്താണ് ഓവറോൾ പിന്നെ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം സ്വിച്ചിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഹൈ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം സ്വിച്ചിലേക്ക് ഒന്നും കൂടി നമ്മൾ പറയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ ഒന്ന് കവർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഒക്കെ അപ്പൊ തോന്നുകയാണെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, കൈൻഡ് ഓഫ് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ട് നമുക്ക് പോവാം. Sir, can you please explain about that narrative thing also, sir? Yeah. In last session, you gave some narration or like that. Just tell us, sir. We are going to do that. Okay. Okay. So, narrative നമുക്ക് ഇനിയിപ്പം യൂറോ വേണോ, വേറെ ഏതെങ്കിലും ചാർട്ട് വേണോ? യൂറോ അല്ലാത്ത ചാർട്ട് വേണോ? ഗോൾഡ് എടുക്കാവോ? ഗോൾഡിൽ നിങ്ങൾ അധികം ഏതിലാണ് ട്രേഡ് ചെയ്യാറ്? FX ആണോ അതോ AND ആണോ? ഓക്കെ, ഞാൻ ഈ ANDന്റെ ചാർട്ട് എടുക്കുകയാണ്. ചിലപ്പോൾ FX എടുക്കുമ്പോൾ FX എടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഡിഫറൻസസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് നരേറ്റീവ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്.
ഓക്കെ. നരേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ കാൻഡിൽസ് എങ്ങനെയാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു സെന്റൻസ് ആക്കി എടുക്കുക. അതിനാണ് സിംപ്ലി നരേഷൻ എന്ന് പറയാം. ഓക്കെ. അതിന് നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ മന്ത്ലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, ഡെയിലി, 4 അവർ. ഈ ഒരു ടൈം ഫ്രെയിമുകളിലൊക്കെ മാർക്കറ്റ് നമ്മളോട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ നരേറ്റീവിലൂടെ എയിം ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹയർ ടൈം ഫ്രെയിം കീ ലെവൽസ്, ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി. ഓക്കെ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു മന്ത്ലി ചാർട്ട് എടുക്കുന്നു, മന്ത്ലി ചാർട്ട് എടുത്തിട്ട് നെക്സ്റ്റ് നിയർ ബൈ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എവിടെയൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുന്നു. ആൻഡ് ആ ലിക്വിഡിറ്റീസ് എന്നൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്തോ, അല്ലെങ്കിൽ ആ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. ഇതേ പ്രോസസ്സ് തന്നെ വീക്ക്ലി, ഡെയിലി, 4 അവറിലൊക്കെ നമ്മൾ ചെയ്യുക. ഈ ഒരു ഓവറോൾ പ്രോസസ്സാണ് നമ്മൾ നരേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ. നമ്മൾ സിംപ്ലി എല്ലാവരും ഒരു ദിവസം ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പോൾ മാത്രമേ മാർക്കറ്റിന്റെ ഓവറോൾ ഒരു വ്യൂ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. സിംപ്ലി നിങ്ങൾ പോയിട്ട് 50 മിനിറ്റ് 5 മിനിറ്റിൽ പോയിട്ട് ഒരു BOS കിട്ടി, MSS കിട്ടി ട്രേഡ് ചെയ്യുന്നതിന് പകരം ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് എന്താണ്, ഹയർ ടൈം ഫ്രെയിമിന്റെ ഇന്റൻഷൻ എന്താണ്, അതിനനുസരിച്ചുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മന്ത്ലി ടൈം ഫ്രെയിം നമ്മൾ സ്വിച്ച് ചെയ്യുക. ഓക്കെ. മന്ത്ലി ടൈം ഫ്രെയിം എടുക്കുക. ഈ മന്ത്ലി ടൈം ഫ്രെയിം എടുത്തിട്ട് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ പ്രൈസ് എവിടെയാണോ നിൽക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ. എന്തുകൊണ്ട് ഇപ്പം ഇവിടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ. ഇവിടെ ഒരു FEG ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വാലിഡ് ആയ ഏരിയാസ് തന്നെയാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അല്ല. എന്തുകൊണ്ട്? കറന്റ്ലി മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഏരിയാസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, തൽക്കാലം മാർക്ക് ചെയ്താൽ മതി മന്ത്ലി ടൈം ഫ്രെയിമിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം മന്ത്ലി ടൈം ഫ്രെയിം എടുക്കുന്നു. ആദ്യം പ്രീവിയസ് മന്തിന്റെ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ഞാനിവിടെ പ്രീവിയസ് മന്ത് ഹൈ, പ്രീവിയസ് മന്ത് ലോ മാർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും മാർക്ക് ചെയ്തു. ആൻഡ് അവൈലബിൾ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നു. യെസ്, ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ. കറന്റ് ഞാൻ ഈ ഒരു ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നത് വരെ ഈ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യണില്ല. കാര്യം ഇത് ടേക്ക് ഔട്ട് ചെയ്തിട്ടല്ലേ പിന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി നോക്കേണ്ട കാര്യമുള്ളൂ. ഇതല്ലേ ഫസ്റ്റ് ടേക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ മന്ത്ലി ഞാൻ ഇവിടെ ഈ ഒരു ലോ, ഈ ഒരു ഹൈ ഇവിടെ മാർക്കറ്റിൽ മാർക്ക് ചെയ്തു. ഓക്കെ. ഇത്രയും പറഞ്ഞ് ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ സ്വിച്ച് ടു വീക്ക്ലി. ഓക്കെ. മന്ത്ലിയിൽ നമ്മൾ നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, ലൈക്ക് സോറി, ഓക്കെ, മന്ത്ലിയിൽ മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തേക്കാണ്, ഒരു റിജക്ഷൻ കാണിച്ചേക്കാണ്. ഓക്കെ. മാർക്കറ്റ് അവിടുന്ന് ഒരു താഴേക്കുള്ള റീട്രേസ്മെന്റ് കാണിച്ചേക്കാണ്. മന്ത്ലിയിൽ ഇപ്പോഴും മാർക്കറ്റിന്റെ ട്രെൻഡ് മാറി അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയി എന്ന് പറയാനുള്ള ഒരു മൂവ്മെന്റ് ഒന്നും മന്ത്ലി വന്നിട്ടില്ല. ഓക്കെ. പക്ഷേ നമുക്കറിയാം മന്ത്ലി വരുന്ന റീട്രേസ്മെന്റ് ആണ്, അത് വലിയ വലിയ മൂവ്മെന്റ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ. ഇനി ജസ്റ്റ് നമ്മൾ വീക്ക്ലിയിലേക്ക് വരാം. ഓക്കെ. വീക്ക്ലിയിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ആക്ച്വലി നമുക്ക് ഈ ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ആക്ച്വലി ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഒരു ബ്രേക്ക് ഇവിടെ താഴത്തേക്ക് MSS ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ആ ബ്രേക്ക് തന്നതിന് ശേഷം ഇവിടെയുള്ള FEG റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇപ്പോൾ കുറച്ച് വീക്കായിട്ട് അല്ലേ, ഒരു 2-3 വീക്സ് ആയിട്ട് മാർക്കറ്റ് കൈൻഡ് ഓഫ് കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ. മാർക്കറ്റ് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്.
ഓക്കെ അല്ലേ? ക്ലിയർ? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഓക്കെ. അപ്പം വീക്ക്ലി ബിയറിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വീക്ക്ലി നമുക്കിവിടെ ഒരു ലാസ്റ്റ് കുറച്ച് വീക്കുകളായിട്ട് മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് കൺസോൾട്ടേഷനിലാണ് ഉള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ലൈൻ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കും അതേപോലെ അടുത്ത ബ്രേക്കോ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് വീക്ക്ലി ഒരു കൺസോൾട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. വീക്ക്ലി മാർക്കറ്റ് കൺസോൾട്ടേറ്റിംഗ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് പ്രീവിയസ് മന്ത് ലോ ആണ്. ഓക്കെ. ജസ്റ്റ് അതിനൊന്ന് ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. പ്രീവിയസ് മന്ത് ലോ. ഓക്കെ. ഇവിടെ നമുക്ക് പ്രീവിയസ് മന്ത് ഹൈ രണ്ടും കൊടുത്തു. ഓക്കെ. ഇനി ഇനി നമുക്ക് വീക്ക്ലിയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെയിം പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് പ്രീവിയസ് വീക്ക് ലോ. ഓക്കെ. പ്രീവിയസ് വീക്ക് ലോ ആൻഡ് പ്രീവിയസ് വീക്ക് ഹൈ. ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഓക്കെ. പ്രീവിയസ് വീക്ക് ഹൈ പ്രീവിയസ് വീക്ക് ലോ ഇത് രണ്ടും മാർക്ക് ചെയ്തു. ആൻഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ്? ഒരു ബിയറിഷ് മൊമെന്റം തന്നെയാണ് കാണിക്കുന്നത് അല്ലേ? ഇപ്പം ഈ കഴിഞ്ഞ വീക്ക്, ഓക്കെ, കഴിഞ്ഞ വീക്കിലും ഇത് എന്ത് ക്യാൻഡിലാ കാണിച്ചേ? ഈ ഒരു ക്യാൻഡിൽ എന്താണ്? Bearish candle. ബെയറിഷ് ബിഹേവിയർ ആണ് ഈ ഒരു ക്യാൻഡിലിനുള്ളത് അല്ലേ? അതായത് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ അപ്പായി വന്നിരുന്നെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം ഒരു ബിയറിഷ് മൊമെന്റ് ആണ് കഴിഞ്ഞ വീക്കിൽ കാണിച്ചത്. ഈ വീക്കിലും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ. ഈ വീക്ക് എവിടെ എൻഡ് ആവും എന്ന് നമുക്കറിയില്ല. ലൈക്ക് ഇപ്പോൾ നിലവിൽ ഒരു ബിയറിഷ് മൊമെന്റം തന്നെയാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീക്കിലി കിട്ടി. അഥവാ മന്ത്ലി വീക്കിലി നമ്മൾ നരേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്തു. ക്ലിയർ? ഇനി സിംപ്ലി നിങ്ങൾക്ക് ഇപ്പം ചിലരൊക്കെ ചോദിച്ച ഡൗട്ടാണ്, ഇപ്പം പ്രീവിയസ് മന്ത് ഹൈ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു, പിന്നെ വീക്ക്ലിയിലേക്ക് വരുമ്പം അതൊന്നും ഇവിടെ കാണാൻ ചാൻസ് ഇല്ലല്ലോ. കാണൂല, കാരണം ആ ഒരു ഹൈ ഇവിടെയാണുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ എവിടെയാണോ അതിന് തൊട്ടടുത്ത ഏരിയയിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഞാൻ ഈ ഒരു പ്രീവിയസ് വീക്ക് ഹൈ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരാം, ഇവിടെ ഒരു ഹൈ ഉണ്ടല്ലോ വീക്കിലി, ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലേ? ഇതൊരു ലിക്വിഡിറ്റി ലെവൽ തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് ആദ്യം എന്ത് ചെയ്യണം? ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യണം, എന്നിട്ടല്ലേ ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ മാർക്കറ്റിന്റെ ലെവൽ മാർക്കറ്റ് ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഇത് മാർക്ക് ചെയ്യണം. അപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടെന്ന് മാത്രം. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ. കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു ഈ ഒരു കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ വീക്കിലിയിൽ ചെയ്യുന്ന കാര്യം, എനിക്കിവിടെ കീ ലെവൽസ് കാര്യങ്ങളൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഡെയിലിയിലേക്ക് വരാം. ഓക്കെ. ഡെയിലിയിലേക്ക് വരാം. ഓക്കെ. അത് Excuse ഡെയിലി me, sir. ആ Sir, you, നമുക്കതിന് ഓക്കെ പറഞ്ഞു. okay. In this chart, we have marked weekly high and low. യെസ് In this particular area, there is no any other liquidity like OB or FEG like that. If യാ anything is there, we have to mark that also. ദാറ്റ്സ് Okay. കറക്റ്റ്. ഓക്കെ. എന്താ Okay, നിങ്ങൾ sir. മറ്റേയാളെന്താ ചോദിച്ചാൽ അടുത്ത ആള്? ഫെയിം ഇത് തന്നെയായിരുന്നു. കേട്ടില്ല ഒരു അല്ല, ഫെയിം ഇത് തന്നെ ചോദിക്കാൻ വന്നത്. ലിക്വിഡിറ്റി ഓക്കെ. മാർക്ക് FEG OB അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്നോ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീക്കിലി FEG ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ. വീക്കിലി FEG അവിടെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ ഡെയിലിയിലും അത് ഉണ്ടാവും. അപ്പൊ നമ്മൾ റിഫൈൻ ചെയ്തിട്ടുള്ള FEGs ആണ് വരക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്കൊരു വീക്കിലി FEG ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വീക്കിലി FEG എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു FEG നമ്മൾ ഒരു ഡെയിലിയിൽ ഇട്ട് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പം ഡെയിലി ടൈം ഫ്രെയിമിലും നമുക്ക് അവിടെ ഇത്രയും ഏരിയ ആണുള്ളത് അല്ലേ, ആ ഒരു വീക്കിലി FEG. ഈ വീക്കിലി FEGന്റെ അകത്ത് നമുക്ക് ഇവിടെ FEG ആയിട്ട് ഇപ്പൊ നിലനിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്തയേ ഉള്ളൂ അല്ലേ? ഡെയിലി നോക്കുമ്പോൾ
കറക്റ്റ് അല്ലേ? പിന്നെ ഡെയിലിയിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ മാത്രമാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹലോ ഓക്കെ. ബ്രോ, അതിന്റെ മേലെ ഒരു എഫ് ജി ഇല്ലേ? ഇതല്ലേ ഞാൻ ഈ അത് വീക്കിലി. ആ അല്ല, വലിയ കാൻഡലിന് ഒരു എഫ് ജി വരൂലേ? ഇപ്പൊ ഈ എഫ് ഇതോ ജി വരച്ചതിന് അതിന്. ഇവിടെ ഡെയിലിയിൽ ഈ ഒരു FEG ടാപ്പ് ആയില്ലേ? ആ ഓക്കെ. അതുകൊണ്ട് ആ അപ്പം ഓക്കെ. ഡെയിലിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിഫൈൻ ചെയ്തിട്ട് ഈ വീക്കിലി FEGനെ റിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെയും വരക്കാം. ഓക്കെ. അതൊക്കെ നമുക്ക് കൺഫ്യൂസ് ആണെങ്കിൽ ഇപ്പോൾ ഇടുക. അപ്പൊ ജസ്റ്റ് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിടാം. നിങ്ങൾ ഇപ്പോൾ ഓക്കെ. റിഫൈൻമെന്റിലേക്ക് വരണ്ട, ജസ്റ്റ് ഒന്ന് അല്ല, മാർക്ക് ചെയ്തിടാം. അപ്പൊ ഒരു ഓക്കെ. ചെറിയ ഡോട്ട്. അപ്പൊ ഞാൻ ടാപ്പ് ചെയ്ത എഫ് ജി പിന്നെ നമ്മള് എടുക്കണ്ടല്ലേ? ഇത് വീക്കിലിയിലുള്ള FEG ആണ് ജിന്റെ നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഉള്ളിലുള്ള ഓക്കെ. ഇവിടെ ഡെയിലി എഫ് ജിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അത് ഫ്രഷ് സോൺ അല്ല, ആ ആ അത്രേ ഉള്ളൂ. പകരം നമ്മളിവിടെ മാർക്ക് ചെയ്തപ്പോൾ ഇവിടെ ഇത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തപ്പം ഈ ഒരു സിംഗ്ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ആ ഈ സിംഗ്ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ആ അതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. അപ്പൊ നിങ്ങളിപ്പം സപ്പോസ് ഇതിപ്പോ ഈ ഒരു FEG ഇങ്ങനെ മാർക്ക് ചെയ്തു ആൻഡ് ഈ ഒരു സിംഗ്ലോയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു FEGന്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. ആക്ച്വലി ഈ ഒരു സിംഗ്ലോ മാത്രം അവിടെ മാർക്ക് ചെയ്തിട്ടാൽ മതി. ഇത് മാർക്ക് ചെയ്യണതും ഈ ഒരു FEG മാർക്ക് ചെയ്യണതും സെയിം അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മളൊരു വീക്കിലി FEG ഉണ്ടെങ്കിലും അതിനകത്ത് ചിലപ്പോൾ ഡെയിലി FEGs കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഓക്കെ. സോ നമ്മൾ ബാക്ക് ടു പോയിന്റ്. ഇപ്പോൾ നമ്മൾ ഡെയിലിയിലേക്കാണ് വന്നത്. അപ്പം ഡെയിലിയിൽ വരുമ്പം നമുക്ക് ലേറ്റസ്റ്റ് ബ്രേക്ക്, ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഒരു ബ്രേക്കോ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ. ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി ആൻഡ് അഗൈൻ മാർക്കറ്റ് റീട്രേസ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഇപ്പൊ നമ്മൾ ആ ഒരു വീക്കിലിയിൽ കണ്ട പോലെ അല്ലെ, ഈ ഒരു ലോന്റെയും ഈ ഒരു ഹൈന്റെ ഇടയിൽ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, കൺസോൾട്ടേഷനിലാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ഏരിയ, ഇത്രയും ഏരിയ മാർക്കറ്റ് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ. ഇത്രയും ഏരിയയിൽ മാർക്കറ്റ് കൺസോൾട്ടേഷനിൽ നിൽക്കുകയാണ്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. അപ്പോൾ നമുക്കൊരു കൺസോൾട്ടേഷൻ ഏരിയ കിട്ടി. നമ്മൾ വീക്കിലിയിൽ കണ്ട പോലെ തന്നെയാണ് ഡെയിലിയിലും കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ പ്രീവിയസ് വീക്ക് ഹൈ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പ്രീവിയസ് ഡേ ഹൈ ഉണ്ടായിരുന്നു ആൻഡ് ഇവിടെ നമുക്ക് ഒരു പ്രീവിയസ് ഡേ ലോ ഉണ്ടായിരുന്നു. ഓക്കെ. ഇത് രണ്ടും നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. ഓക്കെ. ഇതും ഫ്രൈഡേ, മൺഡേ, ട്യൂസ്ഡേ. ഓക്കെ. ഇനി നമ്മൾ നരേറ്റീവ് എടുക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഡെയിലിയിലുള്ള ഹൈലോ മാർക്ക് ചെയ്തു. ഡെയിലിയിൽ മാർക്കറ്റ് ഓവറോൾ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി, കൺസോൾട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ. ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാം, വീക്കിലി കൺസോളിഡേഷൻ. ഓക്കെ. ഡെയിലി ടൈം ഫ്രെയിം ഓവറോൾ കൺസോൾട്ടേഷൻ. ഓക്കെ. ഇനി ഇനി നമുക്ക് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെയാണ് അല്ലെ, അല്ലെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസത്തെ ചാർട്ട്, ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ചാർട്ടാണ് ഇനി റൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡില്. ഓക്കെ. ഈ ഒരു ഡെയിലി ക്യാൻഡില് ഇവിടെ ആക്ച്വലി എന്ത് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു ഇവിടെ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? PD. PD. യെസ്. ഇവിടെ ഒരു PD ഉണ്ടായിരുന്നു അല്ലേ? ഓൾസോ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഇതേതാ ഈ ഒരു ലൈൻ? Equal highs. ഈക്വൽ ഹൈസ് അല്ലെ? ഈ ഒരു ഹൈസ് ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ഹൈ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ക്യാൻഡില് ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പർജ് ചെയ്തു അല്ലേ?
ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്തില്ലേ? എങ്ങനെയാ നമ്മൾ ഗ്രാബ് ചെയ്തെന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കിയേ? ഈ വിക്കോ? ഒരു വിക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ ടേക്ക് ഔട്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങി. അത് മാത്രല്ല, അടുത്ത ക്യാൻഡില് ഇതിനെ താഴത്തേക്ക് ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ചാൽ മതി. അതായത് ഇത്രയും ഹൈ പോയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് ഇതിന് താഴത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തത് കൊണ്ടല്ലേ മാർക്കറ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് ക്ലോസ് ചെയ്യുന്നത്. കാരണം അത്രയും സെല്ലിങ്, അത്രയും ഓർഡേഴ്സ് അവർക്ക് സെല് ചെയ്യാൻ കിട്ടിയിട്ടല്ലേ താഴത്തേക്ക് ക്ലോസ് ചെയ്യണേ. അതെ അതെ. അതെ, അപ്പൊ സിംപ്ലി ഇവിടെ പവർഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിന്റെ, അല്ലെങ്കിൽ ഇതൊരു സപ്ലൈ ഏരിയ ആണ്. കാരണം ഇവിടെ ലിക്വിഡിറ്റി അവൈലബിൾ ആയിരുന്നു, ഈ പി ഡി ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ ടേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഇവിടെ ഒരു സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നിട്ട് ഡെയിലിയിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ? ഈ ക്യാൻഡിലും ഒരു ബിയറിഷ് ക്യാൻഡിൽ ആയിട്ടാണ്, തൊട്ട് മുന്നത്തെ ദിവസം ഒരു ബിയറിഷ് ക്യാൻഡിൽ ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ക്ലിയർ? ഈ ഒരു നരേറ്റീവ് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? Yes, please, sir. ഓക്കെ, ഇവിടെ നമുക്ക് ലിക്വിഡിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു മാർക്കറ്റിന് ഇവിടെ ഒരു പി ഡി അവൈലബിൾ ഉണ്ട്, ഇവിടെ ഒരു ഈക്വൽ ഹൈസ് അവൈലബിൾ ആയിട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, തൊട്ട് മുന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ Sir, മാർക്കറ്റ് how come you're telling that it's a equal high, sir? It's a swing high, right, sir? സ്വിങ് ഹൈ, Okay. അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഹൈസ് എടുത്തിട്ട് നമുക്ക് ഈക്വൽ ഹൈസ് ആക്കി എടുക്കാം. Nearby candles also we can consider for equal high. യാ, Okay, ബെറ്റർ sir. ടു മാർക്ക് ആസ് സ്വിങ് ഹൈസ്. ഓക്കെ ഓക്കെ, അപ്പോ ഈ ഒരു ക്യാൻഡില് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായേ? ഒന്നാമത്തെ കാര്യം, ഈ ഒരു ലിക്വിഡിറ്റീന്റെ ഇവിടേക്കൊക്കെ വന്നിട്ട് അതിനകത്ത് തന്നെ ഈ ലിക്വിഡിറ്റി ഉള്ള ലെവലിന്റെ താഴേക്ക് തന്നെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസവും ക്യാൻഡിൽ എന്താ ചെയ്തേക്കുന്നേ? ഇതിന്റെ ഈ ലിക്വിഡിറ്റി എടുക്കാൻ വന്ന ക്യാൻഡിലിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ആ ഒരു സപ്ലൈ ഏരിയ കിട്ടിയത് കൊണ്ട്, കൂടുതൽ സെല്ലിങ് കിട്ടിയത് കൊണ്ടാണ് മാർക്കറ്റ് താഴെ ഒന്ന് ക്ലോസ് ചെയ്തതെന്ന് മനസ്സിലായി. ക്ലിയർ? ക്ലിയർ സാർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസവും മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് കാണിക്കുന്നത്. കാരണം ഇവിടുന്ന് ഇത്രയും താഴെ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റീട്രേസ് ചെയ്ത് വന്നപ്പോൾ വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെയാണ് മാർക്കറ്റിനെ ഇറക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഓവറോൾ ഡെയിലിയിൽ കൺസോൾട്ടേഷൻ ആണെങ്കിലും ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു ബിയറിഷ് മൂവ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, എങ്ങനെ ഇത് മനസ്സിലാക്കിയെന്നുള്ള ഐഡിയ കിട്ടിയോ? കിട്ടി സാർ, കിട്ടി. Yes, sir. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈം ഫ്രെയിമാ? 4 അവർ. ഓക്കെ, ഇപ്പൊ ഡെയിലിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടി, ഡെയിലിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? 4 അവർ മാർക്കറ്റ് എന്താ ചെയ്യണേ എന്നുള്ളൊരു ഐഡിയ കിട്ടണം. ഓക്കെ, അപ്പോൾ 4 അവറിൽ നമുക്കിവിടെ പ്രീവിയസ് വീക്ക് ഹൈ ഞാൻ ഒന്നുകൂടിയും റിഫൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇത് ഡെയിലിയിൽ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി ആണ്, അത് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ക്ലിയർ ചെയ്യുന്നു. പ്രീവിയസ് ഡേയിലോ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്, പ്രീവിയസ് വീക്കിലോ ഒന്നുകൂടി അടുത്തേക്ക് കൊണ്ടുവരുന്നു, പ്രീവിയസ് മന്തിലോ ഒന്നുകൂടി അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഒക്കെ ഒന്നിങ്ങനെ ക്ലിയർ ആക്കി വെച്ചെന്ന് മാത്രം. ഓക്കെ, ഇനി 4 അവറിൽ നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു താഴേക്കൊരു ബ്രേക്ക്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റിൽ ഒരു റീട്രേസ്മെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് റീട്രേസ്മെന്റ് വരുന്നത് അല്ലേ? ഇത് ഹൈ, ഇത് ലോ, ഇവിടുന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ റീട്രേസ് ചെയ്ത് വന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം ഏത് ഏരിയയിലേക്കാണ് വന്നത്? ഇതെന്താണ്? OB. OB, പ്രീമിയം OB അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ 4 അവറിന്റെ OBയിലേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, 4 അവറിന്റെ OBയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം കുറച്ച് നേരം കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം മാർക്കറ്റ് വീണ്ടും റിയാക്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ മാർക്കറ്റിൽ
ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പ് മാർക്ക് ചെയ്തു. ഓക്കെ, അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 4 ഹവറിന്റെ OBന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്കാണ് എത്തിയത്. ഓക്കെ, അപ്പം ഇപ്പോഴും മാർക്കറ്റിൽ ഓൾറെഡി നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് എന്ത് ബിയറിഷ് ആണോ ബുള്ളിഷ് ആണോ? Bearish. നിലവിൽ ബെയറിഷ് ആണ്. വർഷം സിംപ്ലി മാർക്കറ്റിൽ ഡെയിലിയിലും വീക്ക്ലിയിലും 4 ഹവറിലൊക്കെ കാണിക്കുന്ന തന്നെ 4 ഹവർ OB റെസ്പെക്ട് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡെയിലി ഗ്യാപ്പ് ഒരു വിഷയമാണ്. കാരണം മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഡെയിലി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പ്രീവിയസ് ഡേ ഹൈ ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഡെയിലി ഗ്യാപ്പ് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് താഴത്തേക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെ 2 ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ 4 ഹവറിൽ നോക്കുമ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് ഇന്നത്തെ ദിവസം മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു, ഈ ഡെയിലി ഗ്യാപ്പ് മാർക്കറ്റ് താഴേക്ക് നല്ലപോലെ റിയാക്ട് ചെയ്തു. ബ്രേക്ക് അതായത് ഡെയിലി ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തില്ല. ഡെയിലി ഗ്യാപ്പിന്റെ ആ ഒരു സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ഏരിയനെ പ്രൈസ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. സോ നമുക്കിവിടെ ഇതിനെ എന്താക്കി യൂസ് ചെയ്യാം, ഒരു സപ്ലൈ ബിക്കം ഒരു ഡിമാൻഡ് ഡിമാൻഡ് ഷിഫ്റ്റ് ബിക്കം ഡിമാൻഡ് സപ്ലൈ എന്നുള്ള സപ്ലൈ ആ ഒരു ആ ഒരു ഏരിയ ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 ഹവറിന്റെ ഈ ഒരു OB ഇവിടെ പവർഫുൾ ആണ്. കാരണം ഈ ഒരു OB എന്നാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതാണ് നമ്മുടെ ഏഷ്യൻ ഹൈ ഒക്കെ ഉൾക്കൊള്ളുന്ന ക്യാൻഡിൽ. ഓക്കെ, നമ്മൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നമുക്ക് ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി ചിലപ്പോൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, കാരണം ഏഷ്യൻ സെഷനൊക്കെ കാര്യമായിട്ട് നല്ല മൂവ്മെന്റ്സ് ചിലപ്പോൾ ഈ ഒരു ഗോൾഡിൽ കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഷ്യൻ്റെ ഹൈലോ ഇവിടെ ഉണ്ട്. ഞാൻ 1 ഹവറിലേക്ക് ഇട്ടു. ഓക്കെ, 1 ഹവറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേയിലോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം വർക്കായോ ഇല്ലേ. തിങ്ക് ഇല്ല തോന്നുന്നു. ആൻഡ് ഞാൻ ആ ഒരു ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കാം. ഇപ്പൊ ഞാൻ 4 ഹവറിന് സ്വിച്ച് ചെയ്തിട്ടോ. 4 ഹവറിന് നമുക്കുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, 4 ഹവറിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഈ ഗ്യാപ്പ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേയിലോ എടുത്തിട്ട് മാർക്കറ്റ് ഉള്ളിൽ നിൽക്കല്ല ചെയ്തത്, താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാണ് ചെയ്തത്. അതിനർത്ഥം ഇവിടെ വീണ്ടും ബീറിഷ് മൂവ്മെന്റം തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുക. ഇതാണ് നമുക്ക് കിട്ടുന്ന ഐഡിയ. ഓക്കെ, 4 ഹവറിലും എനിക്ക് കിട്ടുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്, ബെയറിഷ് ബിയറിഷ് തന്നെയാണ്. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? യെസ് സർ, ലാസ്റ്റത്തെ FVG അപ്പൊ നമ്മള് മെൻഷൻ ചെയ്യണ്ടേ ആ ഈ ഒരു ഗ്യാപ്പിൽ? FVG ആണോ? അതെ. ആ, ഇവിടെ ആ ഒരു FVG നമ്മൾ മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്വിങ് എടുക്കുക, ഒരു ഫ്രം സ്വിങ് ഹൈ അല്ലേ നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് അതെ. ഇത്രയും ഏരിയ കിട്ടും. ഇതാരാ ഡ്രോ ചെയ്യുന്ന ഒന്ന് ജെൻസി ആ ഒരു ഡ്രോയിങ് ഒന്ന് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഏരിയാസ് ആണ് കിട്ടുക അല്ലേ. നമ്മളൊരു ഡിസ്കൗണ്ടും പ്രീമിയം നോക്കുന്ന സമയത്ത് ഇത് എന്തല്ല, നമ്മുടെ ഓക്കെ പ്രീമിയത്തിലല്ല. ദാറ്റ്സ് വൈ. ഓക്കെ, ഓക്കെ. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സപ്ലൈ ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഡെയിലി ഗ്യാപ്പ് ഇവിടെ അവൈലബിൾ ആണ്. ഓൾസോ നമുക്ക് ഇവിടെ ഒരു 4 ഹവറിന്റെ ബിയറിഷ് മൊമെന്റ് നമുക്ക് മനസ്സിലാക്കി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണു, 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇത് ഏഷ്യൻ ഹൈലോ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ മാർക്കറ്റ് എന്താ ചെയ്യണത് നോക്കാം. ഓക്കെ, ഏഷ്യന്റെ ലോ ആണ് മാർക്കറ്റ് ആദ്യം ടേക്ക് ഔട്ട് ചെയ്യണേ അല്ലേ. Sir, ആ, in this daily gap, market already reacted. Still, we are having the rise, sir. ഡെയിലി ഗ്യാപ്പ് Market already reacted in the daily gap, no? നോ, ഇറ്റ് ജസ്റ്റ് ബ്രേക്ക് ലൈക്ക് Again, it can be act as a demand zone, yeah, so yes, that we are keeping that. it can be act as a supply zone that Ah, way. okay, okay. And that's why we are keeping that. Okay. Yes, yes. സോ നമ്മൾ 1 ഹവറിൽ ഓക്കെ, നമ്മൾ ആ ഒരു ഏഷ്യന്റെ ഹൈ എടുത്തിട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏഷ്യന്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി ആക്ച്വലി അവിടെ വന്നിട്ടില്ല. ആൻഡ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അറൗണ്ട് എത്ര ടിക്സിന്റെ മൂവ്മെന്റ് ഉണ്ട്?
അറൗണ്ട് 20 ടിക്സിന്റെ മൂവ്മെന്റ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളിപ്പം ഗോൾഡിലല്ലാത്ത ഇപ്പൊ യൂറോ, അതേപോലെ ഈ പറയുന്ന GBP, അതേപോലെ AUD USD, ഇതിലൊക്കെ നിങ്ങൾ എബോവ് 20 പിപ്സിന്റെ മൂവ്മെന്റ് ഏഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി അവിടെ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, 20 പിപ്സിന്റെ മൂവ്മെന്റ് ഏഷ്യൻ സെഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എബോവ് 20 പിപ്സിന്റെ മൂവ്മെന്റ് ഏഷ്യൻ സെഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജി ലെസ് പ്രോബബിൾ ആയിരിക്കും. കാരണം ഏഷ്യയിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും 20 പിപ്സിന്റെ ഒക്കെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ്, ഇവിടെ നമുക്ക് ആ ഒരു ഏഷ്യൻ സെഷന്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ആൻഡ് അഗെയിൻ നമുക്ക് പുതിയ ബ്രേക്ക് മാർക്കറ്റ് താഴേക്ക് തന്നേക്കാണ് ചെയ്തത് അല്ലേ? ഓക്കെ, ഇനി നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ഞാനൊരു 50 മിനിറ്റിലേക്ക് വരാം. ഓക്കെ, 50 മിനിറ്റിൽ ഇവിടെ കണ്ടോ, ലണ്ടൻ ഈ ഒരു ഏരിയ ആണ് ലണ്ടൻ ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇത് ന്യൂയോർക്ക് ഓപ്പൺ ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമ്മൾ 1 അവറിന്റെ ആ ഒരു സ്ട്രെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അവറിലും മാർക്കറ്റിൽ എന്താണ് കാണിക്കുന്നത്? ബെയറിഷ്. ബെയറിഷ് തന്നെയാണ്. കാരണം ലാസ്റ്റ് ബ്രേക്ക് കിട്ടുന്നത് ഇങ്ങോട്ടാണ്. അപ്പം അവിടുന്ന് നോക്കുമ്പോഴും നമുക്ക് ഇവിടെ എന്ത് തന്നെയാണ് കാണിക്കുന്നത്? ഒരു ബിയറിഷ് മൊമെന്റം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു ഗോൾഡിൽ ഇപ്പൊ ഞാൻ കൂടെ നോക്കിയാൽ കാണാം, ഇന്നത്തെ ദിവസം ഗോൾഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാലും, ഓക്കെ ഓക്കെ ഓക്കെ, ഈ ഒരു 1 അവറിന്റെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ ഉണ്ടല്ലോ, ഈ 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ഏരിയ അല്ലെങ്കിൽ 1 അവറിന്റെ ഈ ഒരു ഹൈ, ഇത് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഉള്ള ഒരു ബിയറിഷ് മൊമെന്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ആദ്യം മിറ്റിഗേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ലോ ആണ് മാർക്കറ്റ് ആദ്യം ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഇനി ഒരു കീ ടൈം വരാതെ നമ്മൾ ഈ ഒരു ട്രേഡ് നമ്മളവിടെ പുഷ് ചെയ്യുന്നതല്ല. ഓക്കെ, അതൊക്കെ എന്താണ് നമ്മൾ ആ ഒരു ഇതിൽ പറയാം കേട്ടോ, ലോ ടൈം ഫ്രെയിം കൺഫർമേഷനിൽ പറയാം ഏതൊക്കെയാണ് കീ ടൈം ഫ്രെയിംസ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പോ നമ്മൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ മന്ത്ലി, വീക്ക്ലി, ഡെയിലി, 4 അവർ, 1 അവർ, നമ്മൾ ഇതിലൂടെ നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഓവറോൾ വ്യൂ എന്താണ്, മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അത് ഓരോ ടൈം ഫ്രെയിമിലും നമ്മൾ ചെക്ക് ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? നമ്മൾ പഠിച്ച ലിക്വിഡിറ്റി ഏരിയാസ് യൂസ് ചെയ്തു, അത് ഓരോ ടൈം ഫ്രെയിമിലും മാർക്ക് ചെയ്തു, അവിടുന്ന് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്തതെന്ന് നോക്കി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം, അതായത് മാർക്കറ്റ് ഓൾറെഡി ഒരു ബിയറിഷ് മൊമെന്റത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമാണ് സിംപ്ലി നരേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ചാർട്ട് എടുക്കാം, AUD USD. ഓക്കെ, ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ചാർട്ട് കൊടുക്കാം കേട്ടോ. മന്ത്ലിയിൽ ഞാനിവിടെ ആദ്യം ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് മന്ത് ഹൈ, പ്രീവിയസ് മന്ത് ലോ, അത് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നിങ്ങളെന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ലൈക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടേ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടേ? അറിയുന്നവർ പറഞ്ഞോ, അറിയാത്തവരും പറഞ്ഞു, തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ പ്രീവിയസ് വീക്ക് മൂവ്. Already there is one high, but it's not near the price. ദിസ് വൺ റൈറ്റ്. Yeah, yes, sir. യെസ്, ഇത് നമ്മുടെ കറന്റ് പ്രൈസിന്റെ അടുത്തല്ല. ഓക്കെ, Okay, അപ്പൊ okay. പിന്നെ നമ്മള് So അത് we ignore. ലീവ് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ലീവ് ചെയ്യാണ്. ഓക്കെ, Yeah, okay. Next, ആൻഡ് ഓവറോൾ സ്ട്രക്ചർ എന്താ കാണിക്കുന്നത്? ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ ഇതിലാണ് കാണിക്കുന്നത്? MSS. ബുള്ളിഷ്. ബുള്ളിഷ്. ഓക്കെ, വേറെ ഏതെങ്കിലും 3 പറയാലോ, എല്ലാരും പറഞ്ഞു. ഇല്ല, കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, Consultation, and also there is one FPG is there. FEG ഫോം ആയി കംപ്ലീറ്റ് ആയില്ലല്ലോ.
ഈ മന്ത് കഴിയണ്ടേ? ഇതല്ലേ ഈ Previous. ഈ FEG അല്ലേ? No, I'm not telling. That FEJ I'm saying. ആ, ഓക്കെ ഓക്കെ. മാർക്കറ്റ് ഇവിടെ ഈ ഒരു FEG എടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻ സൈഡ് വൈസ്? ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻസ് ഇത്രയും ഏരിയാസ് നോക്കിയിട്ട്? മന്ത്ലി ഉള്ള നരേറ്റീവ് ആണ്, ഓവറോൾ വ്യൂ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ഏതാ പീഡിയ? ഈ ഒരു ഏരിയ ആണോ? Yes, yes. ആ, ഓക്കെ. ഇവിടെ നമുക്കൊരു PD ഉണ്ട്. ഈ PD നമുക്ക് കൺസിഡറബിൾ ആണ്. ഓക്കെ, ഈ PD നമുക്ക് കൺസിഡറബിൾ ആണ്. പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. ഈ PD പറഞ്ഞത് ഓക്കെയാണ്, FEG പറഞ്ഞത് ഓക്കെയാണ്. മന്ത്ലി നമുക്കിവിടെ ഒരു സ്വിംഗ് ഹൈ ഉണ്ടായിരുന്നു അല്ലേ. ഇതൊരു മന്ത് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ഇതെന്തുകൊണ്ട് മന്ത്ലി ലിക്വിഡിറ്റി, മെയിൻ ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് മുന്നുണ്ടാക്കിയ സ്വിംഗ് ലോ ഇവിടെ അല്ലേ. ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടായിരുന്നില്ലേ? ഇതല്ലായിരുന്നു ആ ഒരു മന്ത്ലി ട്രേഡിംഗ് റേഞ്ച്. അതെ. ക്ലിയർ? ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയ സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ അല്ലേ. നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ രീതിയിലാണ് പോവുക അല്ലേ. സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ അല്ലേ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ഈ ഏരിയയിൽ എന്താ ചെയ്തേ? Consolidate. കൺസോൾട്ടേഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ എന്താ സംഭവിച്ചേ? സിംഗിലോ ഗ്രാബ് ചെയ്തു. സ്വിംഗ് ലോ ഗ്രാബ് ചെയ്തു. അതായത് നമുക്കൊരു സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ ഉണ്ടെങ്കിൽ നമ്മൾ ഏഷ്യൻ സെഷനിലൊക്കെ പഠിച്ച പോലെ ആ ഒരു സ്വിംഗ് ലോ ഗ്രാബ് ചെയ്ത് നെക്സ്റ്റ് നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഒരു ബുള്ളിഷ് സ്വിംഗ് ഹൈ. മൊമെന്റം. ആ, അതിന്റെ ഓപ്പോസിറ്റ് Ah. ലിക്വിഡിറ്റി അല്ലേ. അതെ. ഓപ്പോസിറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ക്ലിയർ? ക്ലിയർ. ഇത് മന്ത്ലി വ്യൂ ആണ്. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ, ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീക്ക്ലി, ഡെയിലി, ഫോർവർഡിലൊക്കെ ചെയ്യുക. അപ്പോൾ മന്ത്ലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ആക്ച്വലി എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു കൺസോൾട്ടേഷന്റെ ബോത്ത് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു മേജർ ലിക്വിഡിറ്റി ലെവലാണ് ഈ ഒരു ഹൈ. ഓക്കെ, ആൻഡ് അഗെയിൻ അല്ല, ഒരു കഴിഞ്ഞ സംശയം ചോദിക്കട്ടെ. ആ ഇത് 2023 ഉണ്ടാക്കിയ ഹൈ അല്ലേ? അത്രയ്ക്കും അതെ, ഓൾഡിലേക്കൊക്കെ പോവോ? നമ്മൾ ഇവിടെ നരേറ്റീവ് ആണ് ബിൽഡ് ചെയ്യണത്. അതായത് ഓവറോൾ മാർക്കറ്റിൽ ഇപ്പം അതാണ് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്, മന്ത്ലി ആണ്, മന്ത്ലി ആണ്. കാരണം നമ്മൾ ഈ നരേറ്റീവ് ഇതേപോലെയാണ് ഡെയിലിയിലും വീക്ക്ലിയിലും അല്ലെങ്കിൽ ഫോർ അവറിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ കിട്ടുമ്പോഴൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പൊ അത് മന്ത്ലിനെ നമ്മൾ ചെയ്തു പോരുകയാണെന്ന് മാത്രം. മനസ്സിലായോ? ഓക്കെ. യെസ് ഓക്കെ, സർ. ഇനി നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ, പിന്നെ നിങ്ങൾ ഈ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പറഞ്ഞു, കറക്റ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റഡ് ആണ് മാർക്കറ്റ്. ഓക്കെ, കണ്ടോ? ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന ക്യാൻഡിലിന്റെ ഇവിടെ ഈ ഒരു മന്തിന്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് അഗെയിൻ ആ ഒരു ലോ ആയിരിക്കും നെക്സ്റ്റ് അതിന്റെ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ അവിടേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു ടേക്ക് ഔട്ട്, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു സെല്ലിങ് നടന്നിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ മാസം നല്ല രീതിയിലുള്ള ഒരു സെല്ലിങ് നടന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബിയറിഷ് മൊമെന്റം നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടി. നമുക്ക് ഈ ഒരു ഓവറോൾ വ്യൂ കിട്ടി. ബോത്ത് സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെല്ലിംഗ് മൊമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ മനസ്സിലാക്കി. മന്ത്ലി ഒരു ബിയറിഷ് ആണ് നമ്മുടെ ഐഡിയയിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വീക്ക്ലിയിലേക്ക് വരാം. ഓക്കെ, വീക്ക്ലിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പം മന്ത്ലിയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഈ ഒരു ബ്രേക്കിന് ശേഷം ഉണ്ടാക്കിയ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, വീക്ക്ലി MSS വന്നു. ആൻഡ് അഗെയിൻ മാർക്കറ്റ്
വീണ്ടും അപ് ട്രെൻഡ് ആയി, അതായത് റീട്രേസ്മെന്റ് വന്നു, അപ് ട്രെൻഡ് ആയി എന്നല്ല, റീട്രേസ്മെന്റ് വന്നു. ആൻഡ് അഗെയിൻ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരു ബ്രേക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈ ടു ഈ ലോ ആണ് വീക്ക്ലിയിലുള്ളത്. ആ വീക്ക്ലി ട്രേഡിംഗ് റേഞ്ചിന്റെ പ്രീമിയത്തിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ആണ് സർ. ഓക്കെ, ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ സർ. Understood, sir. ഓക്കെ, ഇനി നമുക്കിവിടെ പ്രീവിയസ് മന്ത് ഹൈ ഉണ്ട്, ഞാൻ അത് സെപ്പറേറ്റ് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു ബ്രേക്ക് കിട്ടി, ഈ ഒരു ബ്രേക്ക് വന്നു, ഇതിന്റെ പ്രീമിയത്തിലെത്തി, ഇത് തന്നെയാണ് നെറേറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്ക്ലി ആ ഒരു ഏരിയയിലെത്തി. ആൻഡ് അഗെയിൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്താണ്, എന്ത് ഓർഡർ ബ്ലോക്കാണ്? വീക്ക്ലി ഓർഡർ ബ്ലോക്കാണ്, ഞാനത് മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഈ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? PD ഒരു പേടി. ആ, കൈൻഡ് ഓഫ് പി ഡി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നമുക്ക് ഡെയിലിയിലോ ഫോർവേഡിലോ ഒക്കെ സെയിം പി ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഉം. ഇനി വീക്ക്ലിയിൽ നമുക്ക് പ്രീവിയസ് വീക്ക് ഹൈ മാർക്ക് ചെയ്യണം. ഓക്കെ, അതേപോലെ പ്രീവിയസ് വീക്ക് ലോ മാർക്ക് ചെയ്യണം. നമ്മുടെ പ്രീവിയസ് വീക്ക് ലോ ആൻഡ് ഇത് പ്രീവിയസ് വീക്ക് ഹൈ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, പ്രീവിയസ് വീക്ക് ഹൈ, പ്രീവിയസ് വീക്ക് ലോ, അത് മാർക്ക്. ഞാൻ വീക്കിലി ഒ ബി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ ബ്ലോക്കിന്, ഈ ഓർഡർ ബ്ലോക്ക് ഒക്കെ എടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പൾസീവ് മൊമെന്റം വന്ന ക്യാൻഡിലിന് തൊട്ട് മുമ്പുള്ള ഇമ്പൾസ് മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിലാണ് അല്ലേ? അതെ ശരിയല്ലേ? പക്ഷെ അതെ അതെ. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കുക. ഇത് നിങ്ങൾക്കിപ്പം ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം ഈ ക്യാൻഡിൽ ആക്ച്വലി ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറുന്നതിന് മുമ്പ് ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഇതെന്താണ് ഈ ലിക്വിഡിറ്റി? വീക്ക്ലി FEG. യെസ്, വീക്ക്ലി FEG ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിവിടെ ഒരു വീക്ക്ലി FEG ഉണ്ടായിരുന്നു. ആ വീക്ക്ലി FEGയിൽ നിന്ന് ഓക്കെ, ഹയർ ടൈം ഫ്രെയിം കീ ലെവലാണ്. അതിന് തൊട്ട് മുന്നത്തെ വീക്ക്ലി ഹൈ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വീക്ക്ലി FEGന്ന് ആ ഒരു വീക്ക് ലോയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സിംപ്ലി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുന്നേ ഉള്ള അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ കളക്ട് ചെയ്ത ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ അല്ലേ? ഇൻഡ്യൂസ്മെന്റ് എങ്ങനെയാ അതൊരു ഇൻഡ്യൂസ്മെന്റ് അല്ലേ? ഇൻഡ്യൂസ്മെന്റ് അല്ലേ? ഇത് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വീക്ക്ലി ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കാണോ? അല്ല, ആ ഓർഡർ ബ്ലോക്കിന് തൊട്ട് മുമ്പായിട്ടുള്ള ക്യാൻഡിൽ അതൊരു ഇൻഡ്യൂസ്മെന്റ് ആണോ? അല്ലല്ല, അത് ഇൻഡ്യൂസ്മെന്റ് അല്ല. ഓക്കെ, Okay. അത് ഇൻഡ്യൂസ്മെന്റ് അല്ല. ഇവിടെ ആക്ച്വലി ഈ ഒരു ഓർഡർ ബ്ലോക്കായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാൻഡിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെയാണ് ഇപ്പൊ താഴേക്ക് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക Okay, അല്ലെ? okay. ഈ ഒരു Okay. മൊമെന്റം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇതിനെ ഓർഡർ ബ്ലോക്ക് ആക്കി കൺസിഡർ ചെയ്യുക. പക്ഷേ അതിന് മുമ്പ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു FEGയിലേക്ക് ഈ ഒരു ക്യാൻഡിൽ വന്ന് താഴത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ക്യാൻഡിൽസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം ഓർഡർ ബ്ലോക്കുകൾ പവർഫുൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകളായിരിക്കും. ഓക്കെ, ഹൈ പ്രോബബിൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന്റെ ഒരു കണ്ടീഷനാണ്, അതായത് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആവണം. ഓക്കെ, നമുക്ക് ഓർഡർ ബ്ലോക്ക് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു
ഇമ്പൾസീവ് മൊമെന്റം ഉണ്ടാകുന്നതിനും തൊട്ട് മുമ്പുള്ള മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിലാണ്. പക്ഷെ ആ മൊമെന്റം ഇല്ലാത്ത ക്യാൻഡിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗ്രാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണ്. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഓക്കെ, ഇത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലൊക്കെ ഈ കാര്യം അപ്ലിക്കബിൾ ആണേ. ഓക്കെ, ഇത് പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടോ? Sir, not only FEG, even if there is any എനി കൈൻഡ് demand ഓഫ് area, any kind of important key levels, യെസ്, എനി uh, കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി ലെവൽസ് ലൈക്ക് liquidity FEG, levels. Okay, OB, ഓക്കെ, ഈക്വൽ ഹൈസ്, okay, ഈക്വൽ ലോസ്, ലൈക്ക് okay, എനിത്തിങ് ലൈക്ക് ദാറ്റ്. okay, okay, sir. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ആ പ്രൈസ് ലെവൽ നിൽക്കുന്ന ഏരിയയിലേക്ക് വരാം. ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്കാണ് കഴിഞ്ഞ വീക്കിലി മാർക്കറ്റ് വന്നത്. കണ്ടോ, കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് വന്നത് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്കാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതിന് മുന്നത്തെ വീക്കിന്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഓർഡർ ബ്ലോക്കിൽ വന്നു, ഈ വീക്ക് ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു, താഴെ ക്ലോസ് ചെയ്തു. നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഇവിടെ എന്ത് ക്യാൻഡിലാണ് ഇത്? bearish. അല്ലെ, ബിയറിഷ് Bullish ബിഹേവിയർ ആണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ തരുന്നത്. ആൻഡ് ഈ വീക്കിലും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇതാ ഇവിടുന്നാണ്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഡെയിലിയിലേക്ക് വരാം. ഓക്കെ, ഡെയിലിയിൽ വരുമ്പം ഇതൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇതങ്ങനെ കറക്റ്റ് ആ പോയിന്റിലേക്ക് എങ്ങനെ കിട്ടാന്ന് അറിയില്ലേ? കൺട്രോൾ കീ നിക്കി പിടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ഈ ഒരു വിക്ക് അല്ലെങ്കിൽ ബോഡി പാർട്ടിലേക്ക് കറക്റ്റ് വരും. ഓക്കെ, കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് പ്രീവിയസ് വീക്കിലോ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ആൻഡ് അഗെയിൻ എനിക്കിവിടെ ഡെയിലിയിൽ ആദ്യം എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്, ഓൾസോ പ്രീവിയസ് ഡേ ലോ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി മാർക്കറ്റ് ആക്ച്വലി ഈ ഒരു ഡെയിലിയിൽ ഇവിടെ എന്താ കാണിക്കുന്നത്? consolidation. കൺസോൾട്ടേഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ആണോ? കാരണം ഹൈസ് ഒക്കെ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റഡ് ആയിരുന്നു അല്ലേ? അതിന്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലോ കണ്ടോ, ഈ ഒരു ഹൈ ആൻഡ് ലോന്റെ ഇടയിലായിരുന്നു മാർക്കറ്റ് അല്ലേ? ഹൈ ടേക്ക് ഔട്ട് ചെയ്തു, പിന്നെ ലോയും ടേക്ക് ഔട്ട് ചെയ്തു. ആൻഡ് അഗെയിൻ മാർക്കറ്റ് റീട്രേസ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നമുക്കിവിടെ കാണാൻ പറ്റുക, കഴിഞ്ഞ ദിവസമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുക മാർക്കറ്റ് ഒരു ബിയറിഷ് മൊമെന്റം തന്നെയാണ് ഡെയിലിയിൽ കാണിക്കുന്നത്. വീക്ക്ലി ഓർഡർ ബ്ലോക്കും ഇവിടെ ഉണ്ട്. ഈ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയിട്ടില്ല. ഫെയിൽ ആവുന്നത് വരെ നമുക്കൊരു ബിയറിഷ് മൂവ്മെന്റം തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വീക്കിലിയിൽ നമുക്കിവിടെ ഒരു പി ഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അത് ഡെയിലിയിൽ നോക്കുമ്പോഴും നമുക്ക് ആക്ച്വലി ഈ ഒരു പി ഡി ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ പി ഡി ഡെയിലിയിലും അവൈലബിൾ ആണ്, അത് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഡെയിലിയിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ എഴുതാനില്ല. ലൈക്ക് ഇവിടെ ആക്ച്വലി റിജക്ഷൻ ബ്ലോക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് ICT കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ വന്നിട്ട് താഴേക്ക് ഇറങ്ങി എന്നുള്ളതിന്റെ ആൻസർ ഇവിടെ ഉള്ള ഈ റിജക്ഷൻ ബ്ലോക്കുകളാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 അവറിലേക്ക് വരാം. ഓക്കെ, 4 അവറിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഡെയിലിയിൽ പറഞ്ഞ പോലെ തന്നെ, ഇവിടെ ഈ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. ആ ഒരു റേഞ്ച് ഹൈ എടുത്തു, മാർക്കറ്റ് ഇറങ്ങി അല്ലേ? വീണ്ടും മാർക്കറ്റിൽ ഇവിടെ ഒരു സ്ട്രെച്ചർ ബ്രേക്ക്, ഇവിടെയും നെക്സ്റ്റ് ബ്രേക്ക്. ആൻഡ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, ഈ വന്ന സമയം നോക്കിയേ, എപ്പോഴാ വന്നേ? 1:00 1:00 എന്ന് പറഞ്ഞാൽ ഏത് ടൈം സോൺ ആണ്? Asian. 1:00
ഈ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 1 to 5 ആണ് കേട്ടോ ക്യാൻഡിൽ. ഏതാ വരിക? 1 to 5. 1 to 5 ലണ്ടൻ ഓപ്പൺ അല്ലേ? ഏഷ്യൻ വരുന്നത് ആക്ച്വലി 8 to 12 അല്ലേ? ലണ്ടൻ അല്ലേ നമുക്ക് 2 to 5 ഇടയിൽ വരുന്നേ. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഇവിടെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച പോലെ ഏഷ്യൻ ഹൈ ലോ സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഏഷ്യൻ്റെ ഹൈ ഉണ്ട്, ഇവിടെ നമുക്ക് ഏഷ്യൻ്റെ ലോ ഉണ്ട്. ഓക്കെ, പിന്നെ 4 ഹവറിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ED ഉണ്ട് സാർ. എക്സാക്ട്ലി, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു PD ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഈ PD ഇല്ലേ, ഈ PD ഓക്കെ അല്ലേ? Yes, sir. യെസ്, Okay, okay. നമുക്കിവിടെ ഈ ഒരു PD അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, 4 ഹവർ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, വീക്ക്ലി ഓർഡർ ബ്ലോക്കിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, ഒക്കെ സപ്ലൈ ഏരിയാസ് ആണ്, മാർക്കറ്റിന് താഴേക്ക് പോകാനുള്ള ഏരിയാസ് ആണ്. ഞാൻ തിരിച്ച് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിൽ വന്നിട്ട് ഞാൻ ആ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആക്കുകയാണ്. ഓക്കെ, ഏഷ്യൻ ഹൈലോ. അപ്പോൾ ഞാനിവിടെ ഏഷ്യൻ്റെ ഹൈ ഇവിടെ മാർക്കറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഏഷ്യൻ്റെ ലോ മാർക്കറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് വേണം? മാർക്കറ്റിൽ നിന്ന് ഈ 1 ഹവറിലും എനിക്കൊരു ബീറിഷ് മൂമെൻറ്റം അല്ലേ, ആ ഒരു സംഭവം കിട്ടണം. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്തു? കറക്റ്റ് 2 to 3 ഇടയിലാണ് എന്ത് പർജ് ചെയ്യണത്? ഏഷ്യൻ്റെ ഹൈ പർജ് ചെയ്യണത് നമ്മുടെ കീ ടൈമിലല്ലേ? നമ്മൾ പറഞ്ഞ ആ ഒരു ടൈം വിൻഡോയിലല്ലേ മാർക്കറ്റിൽ പർജ് ചെയ്യണത്? എക്സാക്ട്ലി ആ ഒരു ടൈമിലാണ് പർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഭാഗം അടുത്ത ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ. ഓക്കെ, എങ്ങനെ നമ്മൾ കൺഫർമേഷൻ എടുക്കണം എന്നുള്ളതൊക്കെ പറയും. ഓക്കെ, നമുക്ക് 5 മിനിറ്റിൽ നോക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട്, ലൈക്ക് മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ, ആ ഒരു ടൈമിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിലൊക്കെ ചിലപ്പം ഇവിടെ കൺഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി എടുക്കുന്നു, അതിനുശേഷം അവിടെ നമ്മൾ CISD മോഡലൊക്കെ പറയും. ഓക്കെ, CISD മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് എൻട്രി കയറാം, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇനി നമുക്ക് നോക്കാം ഏഷ്യൻ്റെ ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തോ, എന്താ അവസ്ഥ നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലണ്ടൻ ടൈം ആയപ്പോൾ? ഓക്കെ, അന്നത്തെ ദിവസം ന്യൂയോർക്ക് ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ഒരു ഏഷ്യൻ്റെ ഹൈ എടുത്തതിന് ശേഷം ഏഷ്യൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഏഷ്യൻ ഹൈ ലോ സ്ട്രാറ്റജി അവിടെ വർക്ക് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ റാൻഡം ആയിട്ട് പോയിട്ട് സെല് ചെയ്തേക്കല്ല. നമ്മൾ വീക്ക്ലിയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി, അതിനനുസരിച്ച് ഡെയിലിയിലും നമുക്ക് അതിനുള്ള ഒരു അതേ സെയിം വ്യൂ കിട്ടി. 4 ഹവറിലും സെയിം ഓർഡർ ബ്ലോക്ക് കാര്യങ്ങൾ കിട്ടി. ഓക്കെ, ഈ ടൈമിൽ നമ്മുടെ ഏഷ്യൻ്റെ ഹൈ ലോ പർജ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ടൈം പ്ലസ് പ്രൈസ് പ്ലസ് ലിക്വിഡിറ്റി, ഇതാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയിൽ പ്രൈസ് വരണം. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയിൽ പ്രൈസ് വരണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? എൻട്രീസ് പുഷ് ചെയ്യുക. ഓക്കെ, ഇനി പ്രൈസ് എന്ന് നമുക്ക് പറഞ്ഞാൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വരണം, ഈ കാൻഡിൽസ് വരണം. ഓക്കെ ഓക്കെ ശരി ശരി. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ Price, ദിവസത്തെ price, it has to move towards the liquidity area അറ്റ് പ്രോപ്പർ ടൈം, at ലൈക്ക് proper time. ലണ്ടൻ ഓപ്പൺ, ന്യൂയോർക്ക് ഓപ്പൺ. ഓക്കെ, Okay. Okay, sir. ഇനി ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ഏഷ്യൻ സെഷനിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഞാൻ 4 ഹവർ ആണ് എടുത്തത്. 4 ഹവറിൽ ഇതാണ് ഏഷ്യൻ്റെ ഹൈ വരിക. ഓക്കെ, ഇതാണ് ഏഷ്യൻ്റെ ലോ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഞാൻ 1 ഹവറിലേക്ക് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ ഏഷ്യൻ്റെ ഹൈ ലോ? ഇത് എത്ര പിപ്പ് ഉണ്ട് നോക്കിയേ.
ഇത് എത്ര പിപ്പ് ഉണ്ട്? 27. 27. നമ്മൾ നേരത്തെ ഒരു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ 20 പറഞ്ഞിട്ടുണ്ടായിരുന്നു? 20 പിപ്പിന് 20 പിപ്പിന് മുകളിലാണ്. അത് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏഷ്യൻ റേഞ്ച് എന്തിന് കൺസിഡർ ചെയ്യേണ്ട? ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജിക്ക് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ഏഷ്യൻ ഹൈലോ സ്ട്രാറ്റജിക്ക് വേണ്ടി ഇതിനെ കൺസിഡർ ചെയ്യൂല. ഓക്കെ, ഈ റൂൾസ് നമുക്ക് റൂൾസ് ആണ്. കാരണം Sir, റൂള് below റൂൾ 20 we can consider. Above യാ 20 we should not consider. യാ Okay, ഓക്കെ. sir. അപ്പം ആ റൂൾസ് നമ്മൾ എപ്പോഴും അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു 4 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് ഈ ഒരു സിങ് ഹൈ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ഗ്യാപ്പ്, വീണ്ടും അടുത്ത സിങ് ഹൈ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലി ഈ ഒരു ബ്രേക്ക് ഇവിടെ കിട്ടി. ആൻഡ് അഗെയിൻ മാർക്കറ്റ് ഇപ്പോൾ റീട്രേസ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ ലിക്വിഡിറ്റി അറൗണ്ട് മാർക്കറ്റ് ഇവിടെ കളക്ട് ചെയ്തില്ലേ അല്ലേ? ഈ ഒരു പി ഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അറൗണ്ട് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? ഈ ഒരു പി ഡി മാർക്കറ്റ് ഇവിടെ കളക്ട് ചെയ്തില്ലേ? അതിനർത്ഥം ഈ ഒരു ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് വന്നില്ലേ? ഇനി ഇതേപോലെ നെക്സ്റ്റ് ഒരു പി ഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഈക്വൽ ലോസ് അങ്ങനെ കാര്യങ്ങൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ, ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിലേക്ക് മാർക്കറ്റ് വരിക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നുള്ള വീണ്ടും ഈ ഒരു പ്രീവിയസ് വീക്കിലോ വരെയുള്ള ഷോർട്ട് എൻട്രീസ് വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലായോ? അതായത് നമ്മളിവിടെ നരേറ്റീവ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ടൈം ഫ്രെയിമിൽ മാത്രം നോക്കിയിട്ടല്ല, എല്ലാ ടൈം ഫ്രെയിമിലും അതേ കാര്യം തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, അതേ ഒരു മൂവ്മെന്റ് തന്നെയാണോ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യം കൂടി വെച്ചിട്ടാണ്. ഓക്കെ, നരേറ്റീവിനെ കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയോ? എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടിയോ? Yes, sir. കിട്ടിയോ? Okay. ഇതിപ്പം ബ്രോ, ഇതിപ്പം മന്ത്ലി വീക്കിലി ഡെയിലി എല്ലാം നമ്മളിപ്പോ മീൻസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതുകൊണ്ട് നമ്മൾ താഴേക്ക് തന്നെയാണ് നമ്മളെ ട്രേഡും സാധാരണ എടുക്കുക. അങ്ങനെ കൂടെ ഉണ്ടല്ലോ. അതായത് അതെ അതെ അതെ. ഞാൻ ഇങ്ങനല്ലല്ലോ, മന്ത്ലിന്ന് വീക്കിലി, വീക്കിലിന്ന് ആ താഴേക്കല്ലല്ലോ, മന്ത്ലി വീക്കിലി ബീറിഷ് മൂവ്മെന്റ് അല്ലല്ല അങ്ങനല്ലേ അത് പറഞ്ഞേ? ആ ബെയറിഷ് ഓക്കെ മൂവ്മെന്റ് ഓക്കെ ആണല്ലോ ഓക്കെ. മൊത്തത്തില്. അതിന്റെ അതെ ഒരു അതെ. അപ്പൊ നമ്മൾ ചിലപ്പോ ഉണ്ടല്ലോ, മാക്സിമം മുമ്പിൽ തന്നെ നമ്മൾ നോക്കുള്ളൂ. അങ്ങനല്ലേ? ചില കേസിൽ ഇപ്പൊ ഇതൊക്കെ അലൈൻ ചെയ്ത് തോന്നിട്ടുണ്ട്. ചില കേസിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് മന്ത്ലി വീക്കിലി ബീറിഷ് ഇക്കാരം, പക്ഷെ ഡെയിലി 4 അവർ ഒക്കെ നോക്കുമ്പോൾ ബുള്ളിഷ് ഇക്കാരം. മനസ്സിലായോ? അപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പം ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മന്ത്ലി മാർക്കറ്റ് Most of the time that only happening, sir. In higher time frame, it's showing some ആ different trend. ഓക്കെ ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഇപ്പൊ നമുക്കിവിടെ മന്ത്ലിയിൽ ഒരു ബിയറിഷ് മൊമെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സെയിം സംഭവം തന്നെ നമ്മൾ വീക്കിലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബിയറിഷ് മൊമെന്റ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ബിയറിഷ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബിയറിഷ് മൊമെന്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ഡെയിലിയിലേക്ക് നോക്കുമ്പോൾ, ഓക്കെ, അപ്പൊ ഡെയിലി നോക്കാന്ന് പറഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു ഏരിയ, ഈ ലാസ്റ്റ് റീട്രേസ്മെന്റ് ഏരിയയിലായിരിക്കും അല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു റീട്രേസ്മെന്റ് ലെഗിലായിരിക്കും. അപ്പം ഡെയിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മൂവ്മെന്റ് കിട്ടുക? ഈ ഒരു ഐഡിയ കിട്ടുക. ശരിയല്ലേ? അതെ അതെ. ഇപ്പം Yes. വീക്കിലി ഇങ്ങോട്ടേക്ക് റീട്രേസ് ചെയ്ത് വരിക എന്ന് പറയുമ്പം ഡെയിലിയിൽ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് വരിക എന്നായിരിക്കും ഉണ്ടാവുക. ഞാനൊരു എക്സാമ്പിൾ കിട്ടും നോക്കട്ടെ. ലൈക്ക് ഇല്ല ബ്രോ, ചാർട്ടിൽ, മനസ്സിലായി സംഭവം മനസ്സിലായി. ഓക്കെ ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിയേ, ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിച്ചോ. ഓക്കെ, വീക്കിലി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു, ബീറിഷ് മൂവ്മെന്റ് ആണ്. പക്ഷെ ഡെയിലിയിൽ ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത്? ബുള്ളിഷ് മൂവ്മെന്റ്സ് ആണ് കാണിക്കുന്നത് അല്ലേ? Yes, sir. യെസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വീക്കിലി ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, വീക്കിലി നമുക്ക് ഇവിടെ ഒരു വലിയൊരു എഫ് ഇ ജി ഉണ്ടായിരുന്നു അവിടെ. യെസ്, എഫ് ഇ ജി ഉണ്ട്.
ഓക്കെ, ആ FEG വരെ മാർക്കറ്റ് എന്ത് ചെയ്യണം? റീട്രേസ് ചെയ്യണം അല്ലേ? അറ്റ്ലീസ്റ്റ് ഈ ഒരു FEG വരെയെങ്കിലും മാർക്കറ്റ് വരണം. ഒന്നെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, അല്ലെങ്കിൽ ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു FEG, ഓക്കെ, അവിടെ വരെ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് അവിടുന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് മൂവ്മെന്റ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. ഓക്കെ, അപ്പം നമുക്കിവിടെ വീക്ക്ലി നോക്കുകയാണെങ്കിൽ ബിയറിഷ് ആണ്, മന്ത്ലി ബിയറിഷ് ആണ്. ആ സമയം നമ്മൾ ഡെയിലിയിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷന്റെ ഹൈ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു, സോറി ലോ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈയും Moving towards upwards to collect the അപ്വേർഡ്സ്. liquidity. യെസ്, ഇവിടെ നമുക്കൊരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? മാർക്കറ്റ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് മുകളിലേക്ക് ഇത്രയും ഏരിയാസ് വരാനുണ്ട്. ഓക്കെ, ഈ ഏരിയാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ അല്ല ഉള്ളത്. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 58-60 പിപ്പുകൾക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പോയിട്ട് എനിക്ക് വീക്കിലി മന്ത്ലി ഒക്കെ ബിയറിഷ് ആണ്, അതുകൊണ്ട് ഡെയിലി ഞാൻ ബിയറിഷ് ആവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും, അങ്ങനെയല്ല. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇങ്ങോട്ടുള്ള ഈ മൂവ്മെന്റും ക്യാച്ച് ചെയ്യാം. എങ്ങനെ? ഡെയിലി മാർക്കറ്റിൽ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുകളിലേക്കുള്ള മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 അവറിലേക്ക് മാർക്കറ്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്യാം. 4 In that അവറിൽ നമ്മുടെ place, we can expect the counter trades. In weekly, it ആ may be കൗണ്ടർ a counter bearish. trades in the sense of it shows trend in higher time frame, like Okay, okay, okay. okay, അപ്പോൾ sir. അപ്പോൾ We നമുക്ക് can take the if we are getting any uptrend entry means we can go further യെസ് in എക്സാക്ട്, that period. യാ. Okay, sir. അപ്പോൾ നമുക്കിവിടെ ഇവിടുന്ന് ലാസ്റ്റ് ഇങ്ങോട്ടേക്കാണ് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ഒരു സ്ട്രക്ചർ ഇവിടെയാണ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിവിടെ ഈ ഒരു 4 അവറിൽ നമുക്കിവിടെ ഒരു MS കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ മാർക്ക് ചെയ്യാം? ഇവിടെ ഒരു 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തൂടെ? ഓക്കെ, 4 അവറിന്റെ തന്നെ ഡിമാൻഡ് ഏരിയ ഇവിടെ ഉണ്ട്. ആ 400 ഡിമാൻഡ് ഏരിയയിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. ആൻഡ് ആ ഓർഡർ ബ്ലോക്കിന്റെ ഡിസ്കൗണ്ട് പ്രീമിയം നോക്കുമ്പോൾ ഡിസ്കൗണ്ടിലാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഉള്ളത്. മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു? വീണ്ടും അഗെയിൻ നെക്സ്റ്റ് നമുക്കൊരു ബ്രേക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഓർഡർ ബ്ലോക്കുകളൊക്കെ മാർക്കറ്റ് ഓൾറെഡി കളക്ട് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് കളക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ബ്രേക്ക് മാർക്കറ്റിൽ നമുക്ക് പുതിയൊരു ബ്രേക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു ആക്ച്വലി, ഇവിടെ ഒരു PD ഒക്കെ ഉള്ള ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. ആൻഡ് അഗെയിൻ അടുത്തൊരു ഓർഡർ ബ്ലോക്ക് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ പ്രീവിയസ് ഓർഡർ ബ്ലോക്കിൽ തന്നെ വന്ന് മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്തു. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി ഇത് ആക്ച്വലി ഇവിടെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇത് റിജക്ഷൻ ബ്ലോക്ക് ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കുറച്ച് ടേംസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വെറും SMC മാത്രമാക്കാതെ ICT എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് ഒരാൾ റീസൺ. ഓക്കെ, ആൻഡ് Sir, അഗെയിൻ അതും ചൊല്ലി തരുമോ sir? ഓക്കെ, അത് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ആൻഡ് നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് പിന്നെ നമ്മുടെ വീക്ക്ലി ഓർഡർ ബ്ലോക്കിലേക്ക് എത്തി. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവലാണ്. അപ്പൊ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ദിവസം നമുക്ക് എന്ത് ചെയ്യാം? ബുള്ളിഷ് ട്രേഡുകൾ തന്നെ നോക്കി പോവാം. എവിടെ വരെ? ഈ ഒരു ഏരിയ എത്തുന്നത് വരെ. ഓക്കെ, ക്ലിയർ? Yes, sir. ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഓരോ വ്യൂസ് കണ്ടെത്തുന്നത് നമുക്ക് ലോ ടൈം ഫ്രെയിംസിൽ എൻട്രീസ് കിട്ടാൻ, അതേപോലെ അതിപ്പം കൗണ്ടർ ആവാം, കൗണ്ടർ ട്രേഡ് ആവാം. കൗണ്ടർ ട്രേഡ് ഇൻ ദ സെൻസ് പക്ക നമ്മളൊരു 4 അവറിലും 1 അവറിലും ഡെയിലിയിലൊക്കെ ബുള്ളിഷ് കാട്ടി നമ്മൾ 50 മിനിറ്റിൽ സെല്ല് എടുക്കുന്ന ആ മെത്തേഡ് അല്ല. ഹയർ ടൈം ഫ്രെയിമിൽ ചിലപ്പം ബുള്ളിഷ് ആയിരിക്കാം. അപ്പൊ അതിന്റെ റീട്രേസ്മെന്റ് ലോ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ എന്തായി കാണിക്കും? അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, മനസ്സിലായോ? ഇപ്പോൾ വീക്ക്ലിയിൽ മാർക്കറ്റ് ബിയറിഷ് ആണ്,
വീക്കിലി വരുമ്പോൾ മാർക്കറ്റ് ബിയറിഷ് ആണ്, പക്ഷെ അതിന്റെ റീട്രേസ്മെന്റ് നമ്മൾ ഡെയിലിയിലേക്കോ 4 അവറിലേക്കോ ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ടാ കാണുക? ഒരു ബുള്ളിഷ് മൊമെന്റ് ആയിട്ടാണ് കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഏരിയയും നമുക്ക് എന്തിനെടുക്കാം? ട്രേഡിന് വേണ്ടി ചൂസ് ചെയ്യാം. അപ്പോഴും നമ്മൾ ഹൈ ടൈം ഫ്രെയിമിന്റെ വ്യൂ തന്നെയാണ് മാച്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, We have to be alert at the important key levels in weekly times frame so that we can വീക്കിലി, avoid. നോട്ട് ഓൺലി ഇൻ വീക്കിലി, Okay. ഡെയിലി, 4 അവർ ഇറ്റ്സ് ഓൾ Okay. ഇമ്പോർട്ടൻസ്. Okay. ഓക്കെ, Okay. സ്റ്റിൽ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഞാനുണ്ട് സർ, പോയി ഡെയിലി അടി വാങ്ങിട്ട് വരും. ഓക്കെ, എനി അതർ പേഴ്സൺസ് ഇന്ത്യൻ മാർക്കറ്റിൽ Yes, ട്രേഡ് sir. ചെയ്യുന്ന? ഉണ്ട്. ഓക്കെ, എങ്ങനെ സഹിക്കണം നിങ്ങള്? ജയിച്ചല്ലേ പറ്റും. കുറെ അടി കിട്ടുമ്പോ പഠിച്ചോളൂ, അത് പിന്നെ ഇങ്ങനെ ശീലാവും. ഞാൻ ആക്ച്വലി നിഫ്റ്റി Sir, you won't trade in Indian market, so you'll do only forex. ചാർട്ട് സുഖമില്ലാത്ത ചാർട്ട്. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പ്രശ്നം. ചാർട്ട് വളരെ മോശം. അവിടെയും ഇവിടെയും കുറച്ച് പച്ചപ്പൊക്കെ കാണാം. Not even able to mark the structures, sir. ഓക്കെ, ഞാൻ ആക്ച്വലി ഇന്നൊരു ഒരു ട്രേഡ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, പേപ്പർ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതാണ് ഇത്. ഇവിടെയും നമ്മളെ SMC കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തത് കേട്ടോ. SMC പ്ലസ് ICT കോൺസെപ്റ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റിന്റെ FEG ഇൻവേഴ്സ് ആയപ്പോൾ അവിടേക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്തു. റീട്രേസ് ചെയ്ത സമയത്ത് So can you please explain this clearly, sir? ഇത് സിമ്പിളാണ്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇന്നത്തെ നിഫ്റ്റിന്റെ. To get some ideas, sir. നമ്മളൊരു ഹൈ ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് തന്നെ എവിടെയും ചെയ്തത്. നമ്മളൊരു 4 അവറിൽ നോക്കുമ്പോൾ നല്ലൊരു ബ്രേക്ക് ഉണ്ട്. ഞാൻ പിന്നെ ഡെയിലി വീക്കിലി ഒന്നും നോക്കാൻ നിന്നിട്ടില്ല. ഓക്കെ, Okay. കാരണം ഇതിൽ ഇഷ്ടം പോലെ ഗ്യാപ്പ് കാണാം ഡെയിലി വീക്കിലി ഒക്കെ നോക്കിയാൽ. അപ്പോൾ ഓരോരുത്തർ പേഴ്സണൽ ചൂസ് ആണ്. നമ്മൾ ഫോറക്സിൽ എന്തായാലും അത് ചെയ്യണം. ഇതിൽ ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ് വർക്ക്. ഓക്കെ, പിന്നെ 4 അവറിൽ നമുക്കിവിടെ ഒരു കീ ആയിട്ടുള്ള ഒരു FVG ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അത് മാർക്ക് ചെയ്തു. ആൻഡ് 1 അവറിലേക്ക് വന്നപ്പം 1 അവറിൽ ഇവിടെ എനിക്കൊരു PD കിട്ടി. ഇവിടെ നമുക്കൊരു പ്രൈസ് ഡെലിവറി ഉണ്ട്. ഓൾസോ ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അതും ഞാനിവിടെ മാർക്ക് ചെയ്ത്. ആൻഡ് ഈ ഒരു 1 അവറിന്റെ ഹൈ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസം ഞാനിവിടെ ടൈം സോൺ ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു 4 അവറിന്റെ കീ ലെവലിലേക്ക് എത്തുന്നത്. ആ 4 അവറിന്റെ കീ ലെവലിലേക്ക് എത്തിയ ക്യാൻഡലിനെ മാർക്കറ്റ് ഇന്നത്തെ ദിവസം, ഇന്നല്ലേ 28, യെസ്, ട്യൂസ്ഡേ 28, ഇന്നത്തെ ആ 1 അവറിൽ മാർക്കറ്റ് ആ ഒരു ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ടേക്ക് ഔട്ട് ചെയ്ത് റിജക്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊമെന്റ് ആണ് ക്യാച്ച് ചെയ്തത്, ഈ ഒരു താഴേക്കുള്ള മൊമെന്റ്. പിന്നെ ലാസ്റ്റ് ഒരു 3 മണിയാകുന്ന സമയത്ത് ഈ ഒരു മൊമെന്റ്. അങ്ങനെ 2 ട്രേഡ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ 1 അവറിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ CRT കോൺസെപ്റ്റും ഉണ്ട്. 1 അവറിന്റെ ഒരു CRT കോൺസെപ്റ്റ് പറഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിം കീ ലെവൽ ഉണ്ട്, ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ ഉണ്ട്. അതിന്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോ ആണ് നെക്സ്റ്റ് ടാർഗറ്റ്. ഇതുവരെ എൻ്റെ ടാർഗറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1 അവറിൽ കിട്ടി. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഇവിടുന്ന് ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ ഇതാണ് അല്ലേ. ഓക്കെ, അപ്പം 2 രീതിയിലാണ് ഞാൻ ആലോചിച്ചത്. അതായത് 50 മിനിറ്റിലല്ല,
കൺഫർമേഷൻ 5 മിനിറ്റിലാണ് കൺഫർമേഷൻ എടുത്തത്. 15 മിനിറ്റിൽ വൺസ് ഈ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലിനെ മാർക്കറ്റ് താഴത്തേക്ക് ക്ലോസ് ചെയ്തപ്പോൾ അത്തരം ക്യാൻഡിൽസ് ആണ് നമ്മൾ CISD ക്യാൻഡിൽ എന്ന് വിളിക്കുക. പേര് കേട്ട് നിട്ടണ്ട, നെക്സ്റ്റ് സെഷനിൽ നമ്മളത് പറയട്ടോ. ND ടെക്നിക്സിൽ അത് പറയും എന്താണ് CISD എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ആക്ച്വലി എനിക്കൊരു ഓർഡർ ബ്ലോക്ക് ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ലൈക്ക് നിങ്ങൾക്കത് ദഹിക്കില്ല. ലൈക്ക് എന്താ പറയുക, നമ്മൾ പഠിച്ച ഓർഡർ ബ്ലോക്ക് അങ്ങനെയല്ല. ഓക്കെ, പക്ഷെ ഞാൻ 5 മിനിറ്റിലേക്ക് വരാം. Order 5 block മിനിറ്റ് la different kind of order blocks undo, sir. ആ ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞില്ലേ, ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞില്ലേ. Liquidity. ആ Liquidity grab ചെയ്ത ലിക്വിഡിറ്റി order block. ടേക്ക് ചെയ്ത ക്യാൻഡിൽസിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർഡർ ബ്ലോക്സ് എന്ന് വിളിക്കും, അതിനെ താഴത്തേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ. ഓക്കെ, Okay, okay, okay. ഇപ്പോൾ ആ ഒരു 15 മിനിറ്റിന്റെ ആ ഒരു CISD ഏരിയ, CISD എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, CISD ഏരിയയിൽ ഞാൻ 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം എനിക്കിവിടെ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ ഇതാണ്. ആ ക്യാൻഡിൽ നിന്നാണ് മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത് അല്ലേ. അപ്പം ഇവിടെ എനിക്കൊരു കൺഫർമേഷൻ കിട്ടി, ഈ ഒരു 5 മിനിറ്റിന്റെ ഓർഡർ ബ്ലോക്ക്. അവിടുന്ന് മാർക്കറ്റ് അത് സിമ്പിളായിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നത് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചു കയറി വീണ്ടും അടുത്ത ബ്രേക്ക് തന്നില്ലേ, ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഈ ഒരു CISD ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ എന്താ പറയട്ടോ അടുത്ത ക്ലാസ്സിൽ. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തില്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഇൻഡ്യൂസ്മെന്റ് പ്ലസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഈ ഒരു ക്യാൻഡിൽ വന്നു, വീണ്ടും അത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, വീണ്ടും ആ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്യാൻഡിലിനെയാണ് നമ്മൾ CISD എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഞാൻ സിംപിളി എൻട്രി ഇവിടെ പ്ലേസ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഇവിടെ, ടാർഗറ്റ് 1:2. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ട്രേഡ്. ഓക്കെ, ആൻഡ് അഗെയിൻ Paper trade or നെക്സ്റ്റ് live trade, sir? പേപ്പർ ട്രേഡ്. പിന്നെ അഗെയിൻ നമുക്കിവിടെ നെക്സ്റ്റ് ബ്രേക്ക് കിട്ടി. ഓക്കെ, മാർക്കറ്റിൽ നെക്സ്റ്റ് ബ്രേക്ക് കിട്ടി. ഇപ്പം ഒബ്വിയസ്ലി നമുക്ക് തോന്നാം ഇവിടെ നമുക്ക് ലൈക്ക് PD ഉണ്ടല്ലോ. ഓക്കെ, ഓൾറെഡി മാർക്കറ്റ് നല്ല ബുള്ളിഷിൽ വരികയാണല്ലോ. പക്ഷേ ഈ ഒരു 4 അവർ FEG അതേപോലെ 15 മിനിറ്റിൻ്റെ കൺഫർമേഷൻ 5 മിനിറ്റിൻ്റെ കൺഫർമേഷൻ ഒക്കെ വന്നപ്പം ഒന്നുകൂടി എനിക്ക് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ലൈക്ക് ഈ ഒരു PD ഇവിടെ ഉണ്ടെങ്കിലും അത് മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് അഗെയിൻ മാർക്കറ്റ് വീണ്ടും അടുത്ത ബ്രേക്ക് വന്നപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഏരിയ അടുത്തൊരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ. ഓക്കെ, ഇവിടേക്ക് മാർക്കറ്റ് തിരിച്ചു വന്ന സമയത്ത് ഭയങ്കര അഗ്രസീവ് ആയിട്ടല്ലേ വന്നേ. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? വീണ്ടും ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ബൈ എടുക്കാൻ നോക്കും. കാരണം ഇങ്ങോട്ടേക്ക് വന്ന വരവുണ്ടോ, ഭയങ്കര PD ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ അഗ്രസീവായി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇതെന്ത് ഏരിയ, 1 മിനിറ്റിന്റെ സപ്ലൈ ഏരിയ അല്ലേ. ആ സപ്ലൈ ഏരിയന്റെ അല്ലെങ്കിൽ ആ ഒരു കൺസോൾട്ടേഷന്റെ ഓക്കെ ആ ഒരു ഹൈ ഇവിടെ മാർക്കറ്റ് ഗ്രാബ് ചെയ്തു, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ഓക്കെ, ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് ലാസ്റ്റ് ഉണ്ടാക്കിയ ലോനെ മാർക്കറ്റ് എന്ത് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പം അവിടെ എൻട്രി ഇട്ടു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഏകദേശം 1:2 ടാർഗറ്റ് ചെയ്തു, കറക്റ്റ് 1:2. പിന്നെ ഞാൻ 3 മണിക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ പണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാറില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ 3 മണിക്ക് ശേഷം ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ 2 ട്രേഡ്സ് ആണ്. സിംപ്ലി നമ്മളൊരു 4 അവർ 1 അവർ 50 മിനിറ്റ് 5 മിനിറ്റ് 1 മിനിറ്റ് ആ ഒരു ഇതിൽ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, കുറച്ചൊക്കെ കത്തിയോ? ഓക്കെ, അത് നേരത്തെ വന്ന കിളികളൊക്കെ വീണ്ടും പറന്നു പോയോ?
ഓക്കെ. അപ്പോൾ ഇന്ത്യ മാർക്കറ്റിൽ ജസ്റ്റ് സിംപ്ലി നമുക്ക് ഈ ഒരു SMCH ട്രേഡ് ചെയ്യാം. ഓക്കെ. ബട്ട് ഇതാണ് വിഷയം. നമ്മളിപ്പോൾ ഒരു 1 hour ചാർട്ട് Multiple, എടുത്തു. we have to check for multiple aspects. യെസ്. Then, നമ്മൾ then we, ഇവിടൊക്കെ ചെയ്തത് എന്താന്നോ, ലൈക്ക് നമ്മൾ ക്യാൻഡിൽസ് റീഡ് ചെയ്യാനുണ്ടായി. അതായത് yeah. ഓരോ ടൈം ഫ്രെയിമിലും ക്യാൻഡിൽസ് നമ്മളോട് എന്താ പറയുന്നത്, ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് ബ്രേക്ക് ചെയ്യണോ, ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തത്. ഓക്കെ. ഇവിടെ ആക്ച്വലി സപ്പോസ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാണ്. സപ്പോസ് ഇവിടെ ഒരു ക്യാൻഡിൽ ഇങ്ങനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്താണ് പുതിയ ബ്രേക്ക് സ്ട്രക്ചറാണ് ഇവിടെ വരിക, അല്ലേ? കറക്റ്റ് അല്ലേ? Yes, sir. അപ്പം എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്കൊരു ബീറിഷ് വ്യൂ ഉണ്ടാവില്ല. ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള ബൈയെ പിന്നെ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. കാര്യം എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് കാണിച്ചുന്നത് മുകളിലേക്കുള്ള ബ്രേക്കാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 4 hour FEG ഇവിടെ ഉണ്ട്, അവിടെ നിന്നുള്ളൊരു റിജക്ഷനും കിട്ടി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സിംപ്ലി എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം? സെൽ വ്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. Okay. Oral view has to be in sell side. യാ. ഇന്ന് പിന്നെ എൻട്രി എടുത്തവരൊക്കെ ഉണ്ടോ? Actually, what we are doing is directly we are going to 5 minutes and seeking for the entry. That's what we are doing. ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് നടത്താം, ലൈക്ക് ഒരു 4 hour അല്ലെങ്കിൽ 1 hour മുതൽ ഇങ്ങനെ 50 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എൻട്രീസ് പുഷ് ചെയ്യാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഞാനിവിടെ 50 മിനിറ്റിൽ ലൈക്ക് 1 hourന്റെ PD എന്ന് പറഞ്ഞില്ലേ, 1 hourന്റെ PD അല്ലെങ്കിൽ ഇവിടെ ഒരു 50 മിനിറ്റിന്റെ PD അല്ലേ, ഇത് ആ ചിലപ്പം ഈ PD കണ്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഇന്ത്യ മാർക്കറ്റിലൊന്നും ഇങ്ങനെയൊന്നും വെക്കരുത്. അത് അബദ്ധമാണ്. ഇന്ത്യ മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു തീറ്റ ഗാമ ആ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ചിലപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ മാക്സിമം 1:2 എന്നുള്ള ആ ഒരു പ്രോഫിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ബുക്ക് ചെയ്യുക. ഓക്കെ. മറ്റേതെന്ന് വെച്ചാൽ കുറച്ച് ടൈം ഡിലേ ആവുന്നോളും നിങ്ങളുടെ ആ ഒരു പ്രോഫിറ്റ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പം ഭയങ്കര ഹൈ ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽസ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മളെപ്പോഴും പിന്നെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ. ഓവറായിട്ട് കുറെ നമ്മൾ ഇന്ത്യ മാർക്കറ്റിൽ വിചാരിക്കരുത്. അങ്ങനെ Oh, സ്വരുക്കൂട്ടി വെച്ചാൽ 1:2 means itself we will get satisfied. So that itself a very big war for us. ആക്ച്വലി ഇതൊരു 37.65 ആണ്. ഇപ്പൊ നമ്മള് നിഫ്റ്റിയില് 65 വരുന്നത് ലോട്ട് സൈസ്. Yes, എനിക്ക് sir. തോന്നുന്നു 65. ഈ സമയത്ത് പിന്നെ 24050 പിന്റെ വാല്യൂ ഐ തിങ്ക് 147 145 അറൗണ്ട് ആ റേഞ്ച് ആയിരുന്നു. അതിപ്പോ 145 വൺ ലോട്ട് അപ്പൊ ഏകദേശം 942 ആ ഒരു റേഞ്ചിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു പ്രോഫിറ്റ് വന്നേ. പക്ഷേ നമ്മളെന്താന്നോ ഈ ഒരു 37 പിപ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പോയിന്റ് ആണെങ്കിലും നമ്മൾ കിട്ടിയത് നമ്മൾ ഇത്രയൊക്കെ മതി നമുക്ക്. ആ ഒരു രീതിയിൽ നമ്മൾ നിൽക്കുക. ഓക്കെ. ഓവറായിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് പ്രശ്നം. അടി വാങ്ങിയിട്ട് വരും. ഉം. അല്ല നമ്മളത് കുറെയൊക്കെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അടി വാങ്ങും. അടി വാങ്ങണം ആക്ച്വലി. അപ്പോഴേ നമുക്കൊരു പോകുന്നതിന്റെ ഒരു വില മനസ്സിലാവണം. Only അടി അപ്പോഴേ மட்டும் നമ്മളൊന്നുകൂടി വാങ്ങുന്നത്. പോകുന്നതിന്റെ വില അറിയണം. അപ്പോഴേ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതെ അതെ. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ ഓരോ റൂള് വെക്കുന്നതും ഇപ്പൊ ഇന്ന് നിങ്ങൾ സെഷനിലൊക്കെ ചോദിച്ച പോലെ ഏഷ്യൻ ഹൈലോ എല്ലാ ദിവസവും വർക്ക് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് നമുക്ക് എല്ലാ ദിവസവും വേണ്ട. നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധം ആക്ച്വലി നമ്മളെ മൈൻഡ് നമ്മളോട് പറയാണ്. ലൈക്ക് എനിക്ക് എല്ലാ ദിവസവും ഇതിന്ന് പ്രോഫിറ്റ് കിട്ടണം, ആ ഒരു മൈൻഡ് സെറ്റ് വേണ്ട നമുക്ക്. നമുക്ക് അത് പ്രോപ്പറായിട്ട് വരുന്ന ദിവസം നമ്മൾ എടുക്കണം, അത്രേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ വരും, ആ ദിവസം നമ്മൾ എന്തായാലും ക്യാച്ച് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ ഞാൻ സെഷനൊക്കെ തുടങ്ങുന്നതിന് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് പറഞ്ഞാല് നിങ്ങളൊരു പ്രോ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞേ? പ്രാക്ടീസ്. നോ. ഡിസിപ്ലിൻ നിങ്ങളെ ഡിസിപ്ലിൻ. പേഷ്യൻസ്. ഇതൊക്കെ ഉണ്ടായിട്ട് കിട്ടുന്നൊരു സാധനമുണ്ട്.
പേഷ്യൻസ് എന്നല്ല ബ്രോ. ഡിസിപ്ലിൻ ആണ്. എപ്പോഴാ നിങ്ങളെ ഞാനൊരു പ്രോ ട്രേഡർ ആയിട്ട് വിളിക്കുക? ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞ ഒരു കാര്യം? വിളിക്കുകയാണെങ്കിൽ നോക്കായിരുന്നു. എല്ലാരും ഇപ്പോ Consistent. അൾട്ടിമേറ്റ് ആയി വരുന്നുണ്ട്. കൺസിസ്റ്റൻസി അല്ല. Ability to. ആ ഓക്കെ ബ്രോ, ഓർമ്മ വന്നു. 100% bro. ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ട്രേഡ് എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഞാനിപ്പോ ഇന്ന് ഇത് എടുക്കാനുള്ള റീസൺ എൻ്റെ ലെവൽസിലേക്കൊന്നും പിന്നെ ഫോറക്സ് വരാത്തതുകൊണ്ടാണ്. ആ ഒരു ടൈമിൽ ഞാൻ നിഫ്റ്റി, പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ ജസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാ. ഓക്കെ, അപ്പോൾ തന്നെ ആ ഒരു ഫ്രണ്ട് പേജ് എന്താണ് അതന്നല്ലേ പേപ്പർ ട്രേഡ്, വേറെ ഏത് ആപ്പ് ഉണ്ടോ ഇപ്പോൾ? നിഫ്റ്റി ഒന്നും അറിയില്ല ഇപ്പോൾ. Front page, sir. Front page. ആ യെസ്, അപ്പോൾ ഫ്രണ്ട് പേജിൽ ഞാൻ ചെയ്ത് നോക്കി. അപ്പം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാതെ ഇരിക്കാനുള്ള ഒരു എബിലിറ്റി വരണം. ആ ട്രേഡ് എടുക്കാതെക്കുള്ള എബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പേഷ്യൻസ് വേണം, ഡിസിപ്ലിൻ വേണം, റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, നമുക്ക് ഒരു കണ്ടന്റ് മൈൻഡ് വേണം. ലൈക്ക് തൃപ്തികരാണ്, ഞാനിപ്പോൾ എനിക്ക് കിട്ടിയത് കൊണ്ട് ഓക്കെ ആണ്. അതിപ്പോൾ അടിയായാലും ഹിറ്റായാലും നമുക്ക് എന്താണ് അതുകൊണ്ട് ഓക്കെ ആണ് എന്നുള്ള ലെവലിൽ എത്തണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ്. ഓക്കെ, അപ്പം ആ സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കൂടുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, വൺസ് എനിക്കിപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാലും നല്ല സെറ്റപ്പ് വരുമ്പം ആ ലോസ് കവർ ചെയ്യാനുള്ള പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ലോസ് കവർ ചെയ്യാനുള്ള ട്രേഡ്സ് കിട്ടും, നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ ലോസ് വരുമ്പോൾ പാനിക് ആവില്ല, വിജയം ലൈക്ക് പ്രോഫിറ്റ് വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ചാടി കളിക്കില്ല. ഓക്കെ, നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കുക. ഓക്കെ, മാർക്കറ്റാണ് എപ്പോഴും കിങ്. മാർക്കറ്റ് നമ്മൾ അതിൽ ഓക്കെ, നമ്മളെ ഓരോ പോയിന്റുകളുണ്ട്, ഓരോ ഏരിയാസ് ഉണ്ട്. അവിടെ വരുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കുക, അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇത്രയ്ക്ക് പ്രോപ്പർ ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, SL ഹിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ ഈ സാധനം ഈ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് വെക്കുന്ന കാര്യം വെറുതെ ഒരു രസത്തിന് വേണ്ടി വെച്ചതല്ല. നമ്മളെ മണി നമ്മുടെ പ്രോപ്പറായ റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് വെക്കുന്നതാണ് ഇത്. ഓക്കെ, നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് അത് ഹിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ തന്നെ എടുത്ത് അയ്യോ എനിക്കെല്ലാം ലോസായി, എനിക്ക് എപ്പോഴും അടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്താണ് ചെയ്തേ എന്നുള്ള മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, അതെങ്ങനെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. അതേപോലെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ബാക്ക് ടെസ്റ്റ് നടത്തുക. അതിൽ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതൊരു പ്രൊഫഷൻ ആക്കി എടുക്കുക. നിങ്ങളെല്ലാവരും ചിലപ്പോൾ, നിങ്ങൾ നോട്ട് ഓൾ, ചിലപ്പോൾ ഇതൊരു ഗാംബ്ലിംഗ് പോലെ, ലൈക്ക് ഇത് ഇത്ര കിട്ടുകയാണെങ്കിൽ കിട്ടിയോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പോകാതെ നിങ്ങൾ ഇതിനൊരു പ്രൊഫഷനായിട്ട് കീപ്പ് ചെയ്യുക. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം ഒരു കടക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലേ. നമ്മൾ ആ ലൊക്കേഷൻ നോക്കും, അവിടെയുള്ള ആൾക്കാർക്ക് ബൈയിങ് പവർ ഉണ്ടോ എന്ന് നോക്കും, അല്ലെ, നമ്മൾ വിറ്റയക്കുന്ന സാധനത്തിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കും, അല്ലെ, ഒരു ഷർട്ട് ഷോപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് ആവട്ടെ, വാട്ടവർ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇടുള്ളൂ. റാൻഡമായിട്ട് പോയിട്ട് ആൾക്കാർ വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആരും കട ഇടൂലല്ലോ. ശരിയല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് നല്ല മാർക്കറ്റ് കിട്ടുന്ന ഏരിയയിലല്ലേ നമ്മൾ ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇതിനെ ഒരു പ്രൊഫഷണലിസം നമ്മൾ പഠനത്തിലും കാണിക്കണം, മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും കാണിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാനും ആ ഒരു ലോസ് വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, കഥ കേട്ട എല്ലാവരും ഉറങ്ങിയോ? Yes, sir. 100%. ഉറങ്ങിന്നോ? No, sir. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവര് എന്താ അവസ്ഥ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഓക്കെ ബ്രോ. പ്രോപ്പറായിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ പഠനം, ലൈക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, റാൻഡമായിട്ട് ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ബ്രോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ആ ഇപ്പൊ നമ്മള് മാക്സിമം ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മള്
ചെയ്യുന്നത്. നമ്മൾ ലൈൻസ് ഒക്കെ എല്ലാ ലിക്വിഡിറ്റി വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലോ. അതെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 1 വീക്ക് ബിഫോർ ലിക്വിഡിറ്റി ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്, 1 മന്ത് ബിഫോർ ലിക്വിഡിറ്റി ഒക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഉം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബേസ് എന്ന് പറയുന്നത് ആൾക്കാർ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ള ഒരു ഇതിന്റെ ആ പുറത്താണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതെ അപ്പൊ അതെ ഇത്രയ്ക്കും ലോങ് ആയിട്ട് വാങ്ങിച്ചു വെക്കുന്നതും ഇപ്പൊ നമ്മളാവില്ലല്ലോ സാധാരണക്കാര്, നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ 1 ഡേ ട്രേഡ് ഇപ്പൊ എങ്ങനെ നമ്മള് സാ- സാധാരണ ട്രേഡേഴ്സ്, ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ച് നമ്മളെന്ത് മനസ്സിലായി. എന്തുമാതിരി ട്രേഡ് നമ്മളത് എന്തായാലും ചെയ്യില്ല. പക്ഷെ ഈ വലിയ ഹൈപ്പ് മീൻസ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ മന്ത് 1 വീക്ക് ഒക്കെ സാധനമൊക്കെ ഹോൾഡ് ചെയ്യും എന്നാണോ പറയണത് പ്രധാനമായിട്ട്? അല്ല ബ്രോ, അതായത് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ള ഒരു ഏരിയ മാത്രമല്ല. അതായത് ഇവിടെ നമുക്ക്, ഞാനിപ്പോ ഡെയിലിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ പറയാം. ലൈക്ക് ഇവിടെ നമുക്ക് യെസ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഈ ഒരു ഏരിയ, ഓക്കെ, ഇത് 10th ജൂലൈ. പിന്നെ അതിനുശേഷം 1, 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് കളക്ട് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്ത്, അല്ലേ? 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ മാർക്കറ്റ് ഇവിടേക്ക് വന്ന് കളക്ട് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്ത്? അതെ ഇത് അതെ. ലിക്വിഡിറ്റി പോയിന്റ് അല്ലേ? അപ്പോൾ ബ്രോ ആ, ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളി ഇത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പം ഇവിടെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, ഇവിടുന്ന് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് സെല് ചെയ്ത ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് മുകളിലായിരിക്കും. അതുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് മൂവ് ചെയ്യാനുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയല്ലേ ബ്രോ പറഞ്ഞേ? അപ്പൊ ഇത്രയും അതെ അതെ. ദിവസം ഇവിടെ വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അതിപ്പോ നമ്മൾ വെക്കണം ഈ എന്നില്ലല്ലോ. ദിവസത്തിന്റെ അല്ല, ഞാൻ ചിലപ്പോ നമ്മൾ ആ മാസം, ആഴ്ചകളോളം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പം അത്രയും വലിയൊരു ഇത് വരില്ലോ. ആ അതായത് ഈ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് മെയിൻലി ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മീൻസ് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഓർഡേഴ്സ് ഇവിടെ ഉണ്ട്. അതായത് ഈ ബിഗ് ഓർഡേഴ്സ് ഉണ്ടല്ലോ, നമ്മളിവിടെ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു പറയുന്ന സാധാ ട്രേഡേഴ്സിന്റെ കമ്മ്യൂണിറ്റി അല്ല നമ്മൾ നോക്കണേ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിക്വിഡിറ്റി ലെവൽസ് ആണ് നമ്മൾ ഇവിടെ നോക്കണേ. അത് ഞാനോ നിങ്ങളോ ഉൾക്കൊള്ളുന്ന ഈ ട്രേഡേഴ്സ് അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രേഡിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. മനസ്സിലായോ? SMCന്റെ കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരിവിടെ ഓർഡേഴ്സ് ലെഫ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പം, മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് വരുമ്പം ഇത് കളക്ട് ചെയ്യാനുള്ള ഒരു റീസൺ ഇവിടെ അവരുടെ ഓർഡേഴ്സ് ഇവിടെ പെൻഡിങ് ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മൾ ആ ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഇവിടുന്ന് സെല്ല് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടുന്ന് ഇവർ സെല്ല് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്യുമ്പം അവരുടെ മൊത്തം ഓർഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവര് പുഷ് ചെയ്തിട്ടുണ്ടാവില്ല. കുറച്ച് ഓർഡേഴ്സ് ഇവിടെ പെൻഡിങ് കിടക്കുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് ഓർഡേഴ്സ് ഇവിടെ പെൻഡിങ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഓർഡേഴ്സ് കളക്ട് ചെയ്യാനാണ് ആക്ച്വലി ഇവിടെ മാർക്കറ്റ് വരുന്നത്. ഓക്കെ, ആ ഓർഡേഴ്സ് കളക്ട് ചെയ്തത് കൊണ്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തത്, താഴേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുമ്പം സിംപ്ലി നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് നിങ്ങൾ പെൻഡിങ് ഓർഡർ എന്നുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു FEG ഇവിടെ ഫോം ചെയ്യാനുള്ള റീസൺ എന്താ? ഇത്രയും വലിയ ഓർഡേഴ്സ് ഇവിടെ വന്നത് കൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പം കുറേ ഓർഡേഴ്സ് ഇവിടെ പെൻഡിങ് ആണ്, കളക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും പെൻഡിങ് ആണ്. ആ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വരുന്നു. അത് കളക്ട് ചെയ്യുമ്പോൾ ഒരു ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മൂവ്മെന്റ് അവിടെ നോക്കാം. ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, Overall, we are tracking institutions move. അതെ അതെ. നമ്മൾ SMCയുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫോളോയിങ് ദ ഫുട് പ്രിന്റ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാ പറയാം. ഓക്കെ, എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ക്ലിയർ ആയോ? ക്ലിയർ ആയിരുന്നു. ഓക്കെ. ഓക്കെ, അല്ല ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ. ആ ബട്ട് ആ പക്ഷെ ഈ സാധനം അപ്പൊ അവരത് വിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ അപ്പൊ അതെ അതെ. ഒരുമിച്ച് വിൽക്കില്ല. കുറച്ച് ഇല്ല ഇല്ല. ദിവസം മീൻസ് ഒരു 1 വീക്കിന്റെ ഉള്ളിലെ അല്ലെങ്കിൽ 2 വീക്സിന്റെ അകത്താണ് വിൽക്കുള്ളൂ. അതെ അതെ. നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മളത് ഗ്രാബ് ചെയ്യാൻ അത് അവിടേക്ക് പോകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം.
നമ്മളത് വെയിറ്റ് ചെയ്യുക. ആ ഒരു ലിക്വിഡിറ്റി ലെവൽ നമ്മൾ അതിന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സിമ്പിളി ആ ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ആക്ട് ചെയ്യുക. നമ്മൾ കുറെ പിന്നെ ഇങ്ങനെ ആലോചിക്കണ്ട, ലൈക്ക് അതെന്താ ഇങ്ങനെ. നമുക്ക് ആ ലിക്വിഡിറ്റി എടുക്കുന്നുണ്ടോ ഇല്ല, ആ ലിക്വിഡിറ്റി പ്രോപ്പർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ബ്രോ. മറ്റാള് ചോദിച്ചതില് എനിക്കും ഒരു ചെറിയ ഡൗട്ട് തോന്നി. അതായത് ഓർഡർ പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എൻട്രി എടുത്തിട്ടില്ല, ജസ്റ്റ് ഓർഡർ അവിടെ ഇട്ടിട്ടുള്ളൂ. അതാണ് അതെ അതെ, ആ, അത് അതാണ് വേറെ. പെൻഡിങ് ഓർഡേഴ്സ്. അവര് ഒരു 1000 ഉണ്ടെങ്കിൽ ഒരു 600 ഓർഡർ എൻട്രി ചെയ്യും, ബാക്കി 400 ഓർഡർ പെൻഡിങ് ആയിട്ട് അവിടെ വെക്കും. അതെ അതെ, അത് അത് ആക്ച്വലി ഫിക്സഡ്. ഇതിന്റെ ഒരു മെത്തേഡായിട്ട്, ഇതിന്റെ ഒരു ബൈ ഡെഫിനിഷൻ ഒന്നല്ല, ലൈക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ. പക്ഷെ അതേപോലെയാണ് മാർക്കറ്റ് ആക്ട് ചെയ്യണതെന്ന് നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ദാറ്റ്സ് വൈ വി ഫോളോ ദാറ്റ്. ഓക്കെ, ഓക്കെ ഓക്കെ. കാരണം മാർക്കറ്റിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അവർ ആൽഗോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറെന്നാണ് പറയപ്പെടുന്നത്. ആൽഗരിതം അല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടാറ്. അപ്പോൾ ചിലപ്പം കംപ്ലീറ്റ്ലി എൻറ്റയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കാം അവർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്നൊരു ഈ ഒരു SMC ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളും അവരൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അവരൊക്കെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ലെവൽ ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഓക്കെ. കൺഫർമേഷൻ എന്താ അറിയാം ലാസ്റ്റ് ലോവർ പ്രൈസ്. അത് നമ്മൾ അടുത്ത സെഷനിൽ പറയും. ഇപ്പം അതൊക്കെ ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, ഓക്കെ ഗായ്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറേയൊക്കെ ക്ലിയർ ആയോ, എങ്ങനെയാണ് അത് ചെയ്തു വരണ്ടേ, എങ്ങനെ ഒരു നരേറ്റീവ് എടുക്കണ്ടേ എന്നുള്ളത് ക്ലിയർ ആയില്ലേ കുറേയൊക്കെ? സർ. Yes, sir. ഓക്കെ, ഇനി അപ്പോൾ പ്രോപ്പറായിട്ട് അസൈൻമെന്റ്സ് ഇനി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, കുറെ Sure, പേര് ചെയ്തിട്ടില്ല, കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. sure, sir. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? Sir, in every if you are from the beginning, just like a small narrative I'm saying. Okay. First, we have to go for a monthly. We have to mark the high and low, and we have to check for if there is any other liquidity levels near the price. Likewise, Exactly. we have to go next to weekly and then daily. We have to check in every time frame. We have to check for if there is any other important liquidity levels is there, like FVG, OB, swing highs and lows, equal highs and lows, like that. Exactly. Weekly and daily. And then we have to switch it for 4 hours and then 1 hour. First of all, we have to check overall view, whether it is bullish or bearish. Yeah. And we can expect if there is any gap between the bearish trend, we can expect for a bullish bullish entries. Simply draw the key levels and how it may react. That's what we do. Okay. In every reactions, we have to check every reactions, how the Exactly. market reacts in that particular important key levels. Yeah, what market tells, that's our Yeah. narrative. Okay, sir. Okay. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, Okay, sir. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്ന് പോയ കിളികളൊക്കെ വന്നില്ലേ ബ്രോ? കുറച്ചൊക്കെ Yes, sir. വന്നില്ലേ? ഓക്കെ, എന്നാ മതി. ശരി, Thank you, sir. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night, sir. Thank you so much for again rewind of the last session, sir. Today only I got some clarity. Okay, thank you. Thank you so much.